2026 ജനുവരി മാസം 19-ാം തീയതി വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 56-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ക്രിസ്തുവിൻ്റെ മുദ്രയാകുന്ന 666 എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വളരെ വേഗത്തിൽ ചുരുക്കമായി ആ വിഷയത്തെ കുറിച്ച് ചിന്തിപ്പാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. അതിൻ്റെ സംഖ്യ 666. ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു നമ്പറാണ് 666. ഇത് എഴുതപ്പെടുന്ന സമയത്ത് അഥവാ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു നമ്പറിനെ കുറിച്ച് അന്ന് എഴുതിയപ്പോൾ അതിൻ്റെ പിൻപിൽ പല നൂറ്റാണ്ടുകൾ വായിച്ചവർക്കൊന്നും കാര്യങ്ങൾ മനസ്സിലാകാൻ സാധിക്കത്തില്ലായിരുന്നു. എന്താണിതിൽ നിഗൂഢമായി മറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ ഇന്നെല്ലാം നമ്പർ സിസ്റ്റത്തിലേക്ക് മാറി, ഡിജിറ്റലൈസ്ഡായി. ഫോട്ടോഗ്രാഫി എല്ലാം ഡിജിറ്റലൈസ്ഡായി. ഈ നമ്പറിംഗ് സിസ്റ്റത്തിലേക്ക് വന്നതിൽ നമുക്കറിയാം, നമുക്കൊക്കെ പിൻ നമ്പറുണ്ട്. ഏതെങ്കിലും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണ്, ബാങ്കിങ്ങിൻ്റെ സിസ്റ്റം ഒക്കെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ പ്രത്യേക ഒരു നമ്പർ അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അത് റിസീവ് ചെയ്യുള്ളൂ. അന്നത് എഴുതിയപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തെ കണ്ടുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്നത് എഴുതിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 100 വർഷം മുമ്പ് അല്ലെങ്കിൽ 150 വർഷം മുമ്പ് വായിച്ചാൽ എന്താണെന്നുള്ളത് മനസ്സിലാകത്തില്ല. പക്ഷേ ഇന്നത്തെ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു നമ്പറിംഗ് സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ലോക്കിംഗ് സിസ്റ്റം, നമ്പർ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ മനുഷ്യൻ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരുമെന്നും അത് ക്രിസ്തുവിൻ്റെ ഭരണത്തോടടുത്തുള്ള ഒരു കാലഘട്ടത്തിലായിരിക്കും അത് തുറക്കപ്പെടുന്നതെന്നുള്ളതും ദൈവം എന്ന് വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ 666 എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ സംഖ്യയാണ്. അപ്പോൾ അതിൻ്റെ സംഖ്യ 666 എന്ന് പറയും. ഇപ്പോൾ എല്ലാം നമ്പർ സിസ്റ്റത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അധികം താമസിയാതെ മനുഷ്യരെ ബാർകോഡ് അനുസരിച്ചുള്ള നമ്പറിങ്ങിലേക്ക് വരും. അതേക്കുറിച്ച് കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചിരുന്നു. സാധാരണ ബയോളജിക്കലായിട്ടുള്ള ബർത്തുള്ളവർക്ക് അപ്പനും അമ്മയും ഉണ്ട്. അവരെയൊക്കെ ഇന്ന വീട്ടിൽ ഇന്നയാളുടെ മകൻ, മകൾ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ മാറി കുടുംബ വ്യവസ്ഥ തകർന്നു കഴിയുമ്പോൾ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇന്ന കുടുംബത്തിൽ ഇന്നെന്ന് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രത്യേകമായ പേര് കാണും, ഒരു നമ്പറും കാണും. അത് അങ്ങനെ ഒരു കാലത്തിലേക്ക് ലോകം വേഗത്തിൽ മാറുകയാണ്. അതുപോലെ ക്ലോണിങ്ങിലൂടെയും മറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെയൊക്കെയും കൃത്രിമമായിട്ടുള്ള മനുഷ്യരെ ഉണ്ടായി കഴിയുമ്പോൾ അവർക്കൊന്നും ബയോളജിക്കലായിട്ടുള്ള ഇന്നയാളുടെ ഇന്ന മകൻ എന്ന് പറയാൻ കഴിയത്തില്ല. അപ്പോൾ അത് അന്ന് നമ്പറിംഗ് സിസ്റ്റത്തിലൂടെ ആയിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള മനുഷ്യനെ പൗരത്വം കാണും. അപ്പോൾ ആ പൗരത്വമുള്ള മനുഷ്യനൊരു നമ്പറായിരിക്കും. അപ്പോൾ സമ്മിശ്രമായിരിക്കുന്ന കൂടിക്കുഴഞ്ഞ ഒരു ലോക വ്യവസ്ഥിതിയാണ് മുമ്പിൽ കാണുന്നത്. മനുഷ്യനോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ അവനേക്കാൾ ശക്തിയും കഴിവുമുള്ള ക്ലോണിങ്ങിലുള്ള കൃത്രിമ മനുഷ്യരും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് കൂടിയ റോബോട്ടിക്കായിട്ടുള്ള ഒരു യന്ത്ര മനുഷ്യ സംവിധാനങ്ങളും എല്ലാം കൂടെ കൂടുമ്പോൾ ആകമാനമായി നോക്കുമ്പോൾ ഒരു സങ്കീർണമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ലോകം വേഗത്തിൽ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെയും മനുഷ്യൻ വിവിധ ജാതികൾ, ഭാഷകൾ, ഗോത്രങ്ങൾ എന്നുള്ള വിഷയങ്ങളും സംഘടനകളും പിണക്കങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അധികം താമസിയാതെ ഇത് മാറാൻ പോവുകയാണ്. മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥിതിക്ക് വ്യത്യസ്തമായിരിക്കുന്ന നിലവാരത്തിലുള്ള കാര്യങ്ങൾ ലോകത്തിൽ വരാൻ പോകുന്നു. അപ്പോൾ ബയോളജിക്കലായി ജനിച്ച മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന രീതിയിലുള്ള ആധുനിക ആർട്ടിഫിഷ്യലായിട്ടുള്ള മനുഷ്യൻ ഉയരും. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം വരും എന്നുള്ളത് നിശ്ചയമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരിക്കും. അവൻ്റെ
പേര് ഇവിടെ പറഞ്ഞിട്ടില്ല, മൃഗമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനെ എതിർ ക്രിസ്തുവാണെന്ന്, ആൻറ്റി ക്രൈസ്റ്റ് ആണെന്ന് ലേഖനങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 യോഹന്നാന്റെ ലേഖനത്തിലാണ് എതിർ ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ മറ്റ് ലേഖനങ്ങളിലും എതിർ ക്രിസ്തുവിനെ കുറിച്ച് എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ അത് നിഗൂഢമായിരിക്കുന്ന ഭാഷയിൽ മൃഗം എന്ന പേരിൽ അതിനെ വെളിപ്പെടുത്താൻ കാരണം, യേശു ക്രിസ്തു കുഞ്ഞാടായി വെളിപ്പാട് പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ കുഞ്ഞാടാണ് യാഗമായി തീർന്നതെങ്കിൽ അതിന് നേരെ എതിരായിട്ടുള്ളതാണ് മൃഗമായിട്ടുള്ള പൈശാചികൻ. യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാട് ലോകത്തിൽ വന്നത്, അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്, അവൻ്റെ രക്തം കൊണ്ട് നാം വീണ്ടെടുക്കപ്പെട്ട് നാം അവൻ്റെ ആടുകളെ തീരുവാൻ വേണ്ടിയാണെങ്കിൽ, മൃഗമായിരിക്കുന്ന സാത്താൻ അവൻ്റെ രൂപത്തിലും ഭാവത്തിലും അവൻ്റെ അതേ ഛായയിലും ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ പോകുന്ന മൃഗമാകുന്ന എതിർ ക്രിസ്തു, അവൻ ലോകത്തിൽ വരുന്നത് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. യേശു ലോകത്തിൻ്റെ രക്ഷകനായി വന്നത്, അവൻ സർവ്വലോകത്തിൻ്റെ രക്ഷകനാണ്. ചിലർ വചനങ്ങളേക്ക് എടുത്ത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ലോകം എന്ന് പറഞ്ഞാൽ ആ കാലത്തെ ലോകത്തിൽ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ റോമൻ സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിലാണ് ലോകമെന്ന് പറഞ്ഞിരിക്കുന്നത്. അഗസ്ത്യസ് സമയത്തുള്ള ലോകം ആ സമയത്തുള്ള ലോകമാണ്. അതല്ലാതെ സർവ്വലോകത്തെക്കുറിച്ചുമുള്ളതല്ല ക്രിസ്തുവിൻ്റെ ജന്മമോ അല്ലെങ്കിൽ എൻ്റെ യേശു ലോകരക്ഷകൻ എന്ന് പറയാൻ കഴിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒറ്റ വാക്യം എടുത്തിട്ട്, ഒരു വചനം എടുത്തിട്ട് വേണമെങ്കിൽ വായിച്ച് പലതും പഠിപ്പിക്കാൻ കഴിയും, പലതും. എന്നാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ യേശു ക്രിസ്തു സർവ്വലോകത്തിൻ്റെയും, പ്രത്യേകം എഴുതിയിട്ടുണ്ട്, സർവ്വലോകത്തിൻ്റെയും രക്ഷകനാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആർഗ്യുമെൻസുകളോ ചിന്തകളൊക്കെ വരുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന, അതിലെ വാക്യങ്ങളെ എടുത്ത് വല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിൻ്റെ അന്തസ്സത്ത അല്ലെങ്കിൽ ആ യഥാർത്ഥമായിട്ടുള്ള അത് ഇല്ലാതാക്കി കളയാൻ വേണ്ടി, യേശു ക്രിസ്തു ലോകരക്ഷകനല്ല എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഗൂഢമായിരിക്കുന്ന തന്ത്രങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന് പിന്നിൽ നാം അതേക്കുറിച്ച് ഭാരപ്പെടേണ്ട കാരണം നമുക്കറിയാം, യേശു ക്രിസ്തു സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമായിട്ടാണ് ലോകത്തിൽ വന്നത്. ഞാൻ പറഞ്ഞത്, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് വരുമ്പോൾ ക്രിസ്തു യേശുവിൻ്റെ ആ പ്രഭാവത്തെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവാകുന്ന നാമത്തെ മിനിമൈസ് ചെയ്യുവാൻ വേണ്ടി, അതിൻ്റെ ശക്തിയെ, അത് ആ അറിയപ്പെടുന്നതിനെ ഇല്ലാതാക്കി അതിനെ ഈ ലോകത്തു നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയുള്ള തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളായിരിക്കും പൈശാചികനായിരിക്കുന്ന സാത്താൻ ചെയ്യുന്നത്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഒരിക്കലും ഒരുത്തർക്കും അതിനെ കീഴ്പ്പെടുത്തി വെക്കാൻ കഴിയത്തില്ല. അത് എന്നേക്കും നിലനിൽക്കുന്നതും മാറ്റമില്ലാത്തതുമാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും യേശു ക്രിസ്തു അന്യനാണ്. അവൻ്റെ ശക്തി കൂടുന്നുമില്ല, യേശുവിൻ്റെ ശക്തി കുറയുന്നുമില്ല. കാരണം ദൈവത്തെ ആരും ആരാധിച്ചില്ല എന്നതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ശക്തി കുറയുന്നില്ല. അവൻ എന്നും ദൈവം തന്നെയാണ്. അപ്പം നമ്മളെല്ലാവരും കൂടി ആരാധിക്കുന്നുകൊണ്ടല്ല നമ്മുടെ ദൈവത്തിന് ശക്തി ഉണ്ടാകുന്നത്. നാം പറഞ്ഞല്ലോ, നാം ജനിക്കുന്നതിന് മുമ്പ്, ലോകം ഉളവാകുന്നതിന് മുമ്പ് ദൈവമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ടല്ല അവന് ശക്തി ഉണ്ടാകുന്നത്. അവൻ എന്നേക്കും ശക്തിയുള്ളവനാണ്. അപ്പോൾ ഈ ലോകത്തിൽ ആരും ആരാധിച്ചില്ലെങ്കിലും, യേശുവിനെ അംഗീകരിച്ചില്ലെങ്കിലും, ദൈവമല്ല എന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ ശക്തിക്കോ അവൻ്റെ ദൈവികത്വത്തിനോ മാറ്റം വരുന്നില്ല. അത് എന്നേക്കും അവൻ ദൈവമാണ്. അപ്പോൾ അവിടെ മാറ്റം, അതുകൊണ്ടാണ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം എന്ന് പറയുന്നത്. നമ്മളൊക്കെ വിചാരിക്കും, വലിയ ഒരുപാട് ആൾക്കാർ വന്ന് കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ നമ്മുടെ കർത്താവിന് ശക്തി കൂടി, വലിയ സന്തോഷം. അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞ് 2 or 3 പേര് കൂടിയാൽ മതി, ഞാൻ അവിടെ ഉണ്ട്. നിങ്ങളുടെ ആൾബകലം, ആ ആൾക്കാരുടെ ബഹുത്വം കൊണ്ടൊന്നുമല്ല എൻ്റെ നാമം മഹത്വപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം അത് എന്നേക്കുമുള്ളതാ, മാറ്റമില്ലാത്തതാ. അത് ശക്തി കൂട്ടാനും പറ്റത്തില്ല, കുറയ്ക്കാനും പറ്റത്തില്ല. നമ്മളിലാണ് മാറ്റം വരേണ്ടത്. നമുക്കാണ് ഇന്നലേക്കാൾ ഇന്ന് മാറ്റമുണ്ടാകേണ്ടത്. നാളെ നാം ജീവിച്ചാൽ ഇന്നേക്കാൾ നാളെ നമ്മുടെ ജീവിതത്തിൽ അനുദിനം മാറ്റങ്ങൾ ഉണ്ടാകണം. ദൈവത്തിൻ്റെ നാമത്തിനോ ദൈവത്തിൻ്റെ ശക്തിക്കോ ദൈവത്തിൻ്റെ പ്രഭാവത്തിനോ ദൈവത്തിൻ്റെ തേജസ്സിനോ മാറ്റമില്ലാത്തതാണ്. അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. എന്നാൽ യേശു ക്രിസ്തു എന്ന നാമത്തെ, അതിനെ കുഞ്ഞാടിനെ, അതിനെ ഈ ലോകത്തിൽ ഇല്ലാതാക്കി കാണിക്കാൻ വേണ്ടി, യേശു ഒന്നുമല്ല എന്ന് കാണിക്കാൻ വേണ്ടി
തന്ത്രപരമായ രീതിയിൽ മനുഷ്യനെ വഞ്ചിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് വലിയ രീതിയിൽ തട്ടിപ്പുകൾ നടത്തി ഏത് ക്രിസ്തുവും കള്ളപ്രവാചകനും കൂടി ലോകഭരണം ഇവിടെ അവന്റെ കൈപ്പിടിയിൽ ഒതുക്കി കഴിയുമ്പോൾ അന്ന് നിലവിൽ വരുന്ന ആ ഭരണ സംവിധാനത്തിന്റെ ഭരണത്തലവനായി നിൽക്കുന്നത് ഏത് ക്രിസ്തുവാകുന്ന മൃഗമായിരിക്കും. ജ്ഞാനബുദ്ധി കൊണ്ട് അതിനെ ഗണിച്ചെടുക്കുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ സംഖ്യ അതിന്റെ സംഖ്യ 666 എന്നാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ സിസ്റ്റത്തിലെല്ലാം നമ്പർ സിസ്റ്റമാണ് പറയുന്നത്, നമ്പർ ലോക്കിംഗ് ആണ്. നിങ്ങൾ ഏത് കമ്പ്യൂട്ടർ എടുത്താലും നിങ്ങൾ ഏത് മൊബൈലാണെങ്കിലും അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതെല്ലാം നമ്പർ സിസ്റ്റം വേണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഏത് ക്രിസ്ത്യൻ സമയം വരുമ്പോൾ ഏത് സിസ്റ്റം ഓപ്പൺ ചെയ്യണമെങ്കിലും ഇവൻ്റെ നമ്പർ അടിക്കാതെ മറ്റൊന്നും സാധിക്കത്തില്ല. അതുകൊണ്ട് വിൽക്കണമെങ്കിലും വാങ്ങണമെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഏത് ക്രിസ്തു അറിയാതെ, അവൻ്റെ സാമ്രാജ്യത്വം അറിയാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അധികം താമസിയാതെ തന്നെ ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പോൾ അത് ഈ നമ്പറിലൂടെ അല്ലാതെ ഒരു സിസ്റ്റവും ഓണാകത്തില്ല. ഇപ്പം നമ്മൾ കൊണ്ടുപോയി നമ്മുടെ പേരടിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് വേണ്ടി നമ്മുടെ പേരടിച്ചാൽ മതി, നമുക്ക് നമ്മുടെ നമ്പർ അടിക്കുമ്പോൾ അത് നമ്മുടെ പേര് തെളിയും, നമുക്കത് കിട്ടും. പക്ഷേ എതിർ ക്രിസ്ത്യൻ സമയമാകുമ്പോൾ അതിൻ്റെ MPN ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന നമ്പർ ഇരിക്കുന്നത് 666 ആയിരിക്കും. ആ നമ്പർ അടിച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് കയറാൻ കഴിയത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു ന്യൂമറോളജിക്കലായിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാകും എന്നുള്ളത് എന്ന് രേഖപ്പെടുത്തി വെച്ചതാണ് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇന്ന് സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ മേലാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ, കണ്ടുപിടുത്തത്തിൻ്റെ കാര്യങ്ങളെയൊക്കെ വളരെ വേഗത്തിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, സീറോ കണ്ടുപിടിച്ചതിനെ കുറിച്ചും നമ്പർ കണ്ടുപിടിച്ചതൊക്കെ ഓരോ സമയം കണ്ടുപിടിച്ചതാണ്. പക്ഷേ അന്ന് ഇതൊക്കെ പേപ്പറിൽ എഴുതി വെക്കാനും കണക്ക് കൂട്ടാനും നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെയൊക്കെ കണക്കുകൾ തിട്ടപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണ് നമ്പറിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അത് മാറി. ഇന്നത് ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 01 എന്നുള്ള നമ്പറിംഗ് സിസ്റ്റത്തിലേക്കൊക്കെയാണ് ഇത് കമ്പ്യൂട്ടർ അറിയാവുന്നവർക്കറിയാം രീതിയിലേക്ക് മാറിയത്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല, അത് നമ്മുടെ വിഷയവുമല്ല. പക്ഷേ ഇതേക്കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നമ്പർ എഴുതി വെച്ചിരിക്കുന്നു 666 എന്ന് പറയുമ്പോൾ ഇത് അന്ന് ആ കാലഘട്ടത്തിൽ ഒരു 3 ഡിജിറ്റുള്ള ഒരു സംഖ്യ ആയിരിക്കും ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഇന്നത്തെ പ്രധാന ന്യൂമറോളജി സിസ്റ്റം അനുസരിച്ച്, എൻ്റെ തെളിവ് ഞാൻ പഠിച്ചതനുസരിച്ച് 0ഉം 1ഉം ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ നമ്പർ അനുസരിച്ചാണ് ഇത് കമ്പ്യൂട്ടറിൽ മിക്കവാറും ഉപയോഗിക്കുന്ന, ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്നതെല്ലാം ഡിജിറ്റലൈസ്ഡ് ആയ 0 and 1 ആണ്. പിന്നീട് ഒക്ടൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ സിസ്റ്റമുണ്ട്, അത് പല രീതിയിലുണ്ട്. പക്ഷേ എനിക്കിതേക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. എന്നാൽ എതിർ ക്രിസ്ത്യൻ സമയമാകുമ്പോഴത്തേക്ക് 3 ഡിജിറ്റിലുള്ള ഒരു നമ്പറിംഗ് സിസ്റ്റമായിട്ട് വരും. അതിൻ്റെ പ്രധാന കാരണം അന്നത്തെ സകല കാര്യങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് എതിർ ക്രിസ്തുവിൻ്റെ നമ്പർ ഇല്ലാതെ ഒന്നും വാങ്ങുവാനും കൊടുക്കുവാനും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും. അത് 666 എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് ഇനി കൂടുതൽ പഠനങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ അതേക്കുറിച്ച് നടത്തേണ്ടതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ പലരും ഇതേക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ട് തെറ്റായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും അവരുടേതായിട്ടുള്ള ആലോചനകളെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിഗൂഢ സന്ദേശശാസ്ത്ര രീതിയിൽ അഥവാ ക്രിപ്റ്റോളജിയിൽ റോമൻ ചക്രവർത്തിയായ നീറോയെ വെളിപ്പെടുത്തുന്നതിനാണ് ഈ സംഖ്യ വെളിപ്പാട് പുസ്തകത്തിൽ ഉപയോഗിച്ചതെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ അങ്ങനെ നീറോയെക്കുറിച്ചുള്ള ഒരു കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള ഒരു കാര്യം ഇവിടെ ആവശ്യമില്ല. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എതിർ ക്രിസ്തു അത് നീറോ ചക്രവർത്തിയല്ല. കാരണം അത് അന്ന് ഈ പറയുന്ന യോഹന്നാൻ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ആ സാമ്രാജ്യത്വത്തിൻ്റെ ശക്തി പ്രബലപ്പെട്ടിരുന്നു. നീറോയുടെ ഭരണത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ആ സമയത്തെ ക്രിസ്ത്യൻ പീഡനത്തെക്കുറിച്ചും വളരെ നമുക്കറിയാം. പക്ഷെ അത് ആയിരുന്നില്ല എതിർ ക്രിസ്തുവിൻ്റെ ഭരണം. എന്നാൽ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ഒരുവൻ വെളിപ്പെട്ടു വരും. നീറോയെ പോലുള്ള അതിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അതിനോട് ഉള്ള ആ രീതിയിലുള്ള ഒരു ശക്തി ആയിരിക്കും എതിർ ക്രിസ്തുവായിട്ട് വെളിപ്പെട്ടു വരുന്നതിൻ്റെ നമുക്കറിയാം. പക്ഷെ അന്ന് പ്രത്യക്ഷപ്പെട്ട നീറോ അല്ല വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 666 പ്രതികരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കണം. കാരണം അത്
കഴിഞ്ഞകാല സംഭവങ്ങളോട് അതിന് ഈ നമ്പറിന് ബന്ധമില്ല. കാരണം ഈ മൃഗമാകുന്ന എതിർക്രിസ്തു ഇതുവരെ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. കാരണം വെളിപ്പാട് പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം മുതലുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റെ ഓരോ വാക്കുകളും വാക്യങ്ങളും അതിൻ്റെ ഓരോ കാര്യങ്ങളും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് അത് സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ, സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇനി വേഗത്തിൽ സംഭവിക്കുന്ന കാര്യം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായമാണ്. കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയാണ്. അപ്പോൾ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് സംഭവിക്കുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ബൈബിൾ സ്റ്റഡിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതിന് കാരണം യേശു ക്രിസ്തു ഇതുവരെ മധ്യാകാശത്ത് വന്ന് തൻ്റെ സഭയെ എടുത്തിട്ടില്ല. പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ളിടത്തോളം കാലം ക്രിസ്തു പ്രത്യക്ഷപ്പെടത്തില്ല. എന്നുവരെയാണ് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്? അത് ഈ കർത്താവ് തൻ്റെ സഭയെ, മണവാട്ടിയെ അഥവാ ആദിജാതന്മാരുടെ സഭയെ ഒരുക്കിക്കൊണ്ട് പോയതിന് ശേഷമേ വഴിയിൽ നിന്ന് തടയുന്നവൻ മാറുകയുള്ളൂ. അതിന് ശേഷമാണ് ഈ പറയുന്ന സാത്താനിക മഹോത്സവവും എതിർക്രിസ്തുവിൻ്റെ ഭരണവും എന്നുള്ളത് നമ്മൾ പഠിച്ചു വന്നതാണ്. അതാണ് ഇവിടെയും നിന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നടന്ന കാര്യങ്ങളല്ല, നടക്കാൻ പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന നീറോ ചക്രവർത്തിയെക്കുറിച്ചല്ല വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എന്നാൽ അതുപോലുള്ള റോമൻ സാമ്രാജ്യത്തിൽ നിന്നുള്ള ഇരുമ്പ് പോലെ ബലമുള്ള ഒരുവനായിരിക്കും, ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. അവനൊരു മനുഷ്യനായിട്ട് ജന്മമെടുക്കും. അപ്പോൾ അവനിൽ അന്നത്തെയുള്ള ബയോളജിക്കലായിട്ടുള്ളതും ക്ലോണിങ്ങിലൂടെയുള്ളതും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ളത് എല്ലാം കൂടി ചേർന്നോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളതായിട്ടുള്ള ഒരു വ്യക്തിയായി ലോകത്തിൽ അവൻ വെളിപ്പെടുവാനായിട്ട് ഇടയാത്തരും. അപ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന നമ്പർ 666 അപ്പോൾ അത് ഒരു അന്നത്തെ സാമ്രാജ്യ സർവലോക ഭരണ സംവിധാനത്തിൻ്റെ പ്രഥമ പൗരനായിരിക്കും രാജ്യത്തിൻ്റെ പരമോന്നത ഭരണാധികാരി. അപ്പോൾ അവൻ പ്രഥമ പൗരനായിരിക്കുന്നതുകൊണ്ട് ആ വ്യക്തിയാണ് എതിർക്രിസ്തുവെന്നും മൃഗമെന്നും അവൻ പ്രതിദാനം ചെയ്യുന്ന നമ്പറിംഗ് സിസ്റ്റത്തിലാണ് അവൻ അറിയപ്പെടുന്ന. ആ നമ്പറായിരിക്കും 666. കാരണം അന്നത്തെ സാഹചര്യത്തിൽ, അന്നത്തെ നിലവാരത്തിൽ നോക്കുമ്പോൾ മനുഷ്യനെ അന്ന് പേരിൽ അറിയപ്പെടുവാനും അതുപോലെ നമ്പറിംഗ് സിസ്റ്റത്തിലൂടെ അറിയത്തുള്ളൂ. കുടുംബ വ്യവസ്ഥ തകർന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന കുടുംബത്തിൽ നിന്നുള്ളത് പറയാൻ കഴിയത്തില്ല. ഇന്ന് നമ്മളൊക്കെ ഇന്ന കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന പാരമ്പര്യം, ഇന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ്, ഇന്ന സ്ട്രീറ്റിലൊക്കെ ജനിച്ചെന്നൊക്കെ പറഞ്ഞ് അത് ഓരോരുത്തർക്കും ഒരു അഡ്രസ്സുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് അഡ്രസ്സെല്ലാം ഷോർട്ടായിരിക്കും, പേരും നമ്പറുമായിരിക്കും. അത് മാത്രം മതിയാകും കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ പ്രഥമ പൗരനായിരിക്കും 666 എന്നുള്ള അടിസ്ഥാന നമ്പറുള്ള എതിർക്രിസ്തുവിലായിരിക്കും അന്നത്തെ ലോകത്തിൻ്റെ വ്യവസ്ഥിതി നിലനിൽക്കുന്നത്. അപ്പോൾ സാത്താനിക ഭരണത്തിൻ്റെ അടിത്തറയായി, അതിൻ്റെ അസ്ഥിവാരമായി നിൽക്കുന്ന അടിസ്ഥാന കല്ലായി നിൽക്കുന്നത് എതിർക്രിസ്തുവാകുന്ന മൃഗമാകുന്ന 666 ആയിരിക്കും. അവനിൽ ആണ് ഈ സാത്താനിക സാമ്രാജ്യത്വം നിലകൊള്ളുന്നത്. അപ്പോൾ ആ സകല വ്യവസ്ഥിതികളും അവൻ ആണ് നിയന്ത്രിക്കുന്നത്. സാമുദായികമാകട്ടെ, അതുപോലെ സാമൂഹികമാകട്ടെ, ബിസിനസ് പരമാകട്ടെ, എല്ലാ മേഖലകളും, മനുഷ്യൻ്റെ സമസ്ത മേഖലകളിലും അവന് കൈകടത്തി സകലതും അവൻ്റെ കൈക്കീഴിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ലോകത്തിൽ ആകും എന്നുള്ളതും അവൻ്റെ നമ്പർ 666 എന്നുള്ളതും വേദപുസ്തകത്തിൽ ബൈബിളിൽ 2000 വർഷം മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം നാം ഇന്ന് രാത്രിയിൽ നാം ദൈവത്തെ വിശ്വസിക്കണം. കാരണം ഇങ്ങനെയുള്ള നമ്പറിംഗ് സിസ്റ്റമോ ഡിജിറ്റൽ സിസ്റ്റമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കുറിച്ചോ ക്ലോണിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ യന്ത്രമനുഷ്യനെ കുറിച്ചോ റോബോട്ടിക്കായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചോ ഡീപ്പ് ലേണിങ്ങിനെ കുറിച്ചോ മെഷീൻ ലേണിങ്ങിനെ കുറിച്ചോ ഒന്നും അന്നത്തെ കാലത്തോ ഒരു 100 വർഷം മുമ്പോ അറിയാതിരുന്നപ്പോൾ തന്നെ ഇതെല്ലാം അന്നേ കണ്ടുവച്ച് ഇതെല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംക്ഷിപ്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ദൈവവചനത്തിൻ്റെ നിസ്തുലതയും അതിൻ്റെ സത്യസന്ധതയും രാത്രി നാം മനസ്സിലാക്കി വേണം ഈ പുസ്തകം കയ്യിലെടുത്ത് വായിക്കാനായിട്ട്. ഒരുപക്ഷെ പലർക്കും മനസ്സിലാകാതെ പോകുമെന്നുണ്ടെങ്കിലും ദൈവവേദപുസ്തകത്തിലെല്ലാം മർമ്മമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധികമൊന്നും വലിച്ചുവാരി രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനകത്ത് വേണ്ട കാര്യങ്ങളെ
വേണ്ട രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ജ്ഞാനബുദ്ധി കൊണ്ട് അതിനെ നാം വിഭജിച്ച് വിഭാഗിച്ച് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി എടുത്തോണം എന്ന് പറഞ്ഞുകൊണ്ട് 666 എന്നുള്ള നമ്പറിൽ ആ വ്യക്തിയെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്പറിംഗ് സിസ്റ്റത്തിലൂടെ ആയിരിക്കും മനുഷ്യൻ അറിയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ പല രീതിയിലുള്ള വേർഷൻസ്, പല രീതിയിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമുക്കറിയാമല്ലോ, ഒരു ഫൈനൽ വേർഷനിലേക്ക്, ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് വരുന്നതിന് മുമ്പായി പലവിധമായിട്ടുള്ള അപ്ഡേഷൻ ഉണ്ടാകും. അപ്ഡേഷൻ ഉണ്ടായാണ് അത് അതിൻ്റെ രീതിയിലേക്ക് വരുന്നത്. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ വന്ന് ഇപ്പോൾ നമുക്ക് പുതിയ അപ്ഡേഷനെ വന്നിരിക്കുക. ആധാർ നമ്പറോ മറ്റുള്ള നമ്പറോ ഒക്കെ വന്ന് അവസാനം നമ്പറിലേക്ക് വന്ന് എല്ലാമായി ലിങ്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരും. ഞാൻ പറഞ്ഞ ഇതൊന്നും നമ്മളിപ്പോൾ ആധാർ നമ്പർ എടുത്തുകൊണ്ടോ ഒന്നും നമ്മൾ എതിർക്രിസ്തുവിൻ്റെതാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും മനുഷ്യൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു നമ്പർ സിസ്റ്റത്തിനും കഴിയത്തില്ല. നമ്മുടെ അകത്തെ ആത്മാവിനെ നിയന്ത്രിക്കുന്നത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ഇച്ഛാശക്തിയാണ്. അതിന്മേൽ കൈകടത്താൻ ദൈവം സമ്മതിക്കത്തില്ല. ആത്മാവിൻ്റെ മേൽ നിയന്ത്രണമുള്ള ഒരു മനുഷ്യനുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ തന്നിരിക്കുന്ന ആത്മാവിനെ അത് ഇരുളാകണമോ വെളിച്ചമാകണമോ നല്ലത് ചെയ്യണമോ തിന്മ ചെയ്യണമോ എന്നൊന്നും മറ്റൊരാളല്ല നിയന്ത്രിക്കുന്നത്. അതിനുള്ള സാഹചര്യം ഒരുക്കി തരുമ്പോൾ അത് ഞാനാണ് തീരുമാനിക്കുന്നത് എനിക്ക് ഏത് വേണമെന്നുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ നിയന്ത്രിക്കാൻ മെഷീന് കഴിയത്തില്ല. ഞാനാണ് തീരുമാനിക്കുക. എൻ്റെ അകത്തുള്ള ആത്മാവാണ് ഡിസൈൻ ചെയ്ത് തീരുമാനിക്കുന്നത് ഏതിലേക്ക് പോകണമെന്നുള്ളത്. അതിനെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് തിരിച്ചെടുക്കാനായിട്ട് അതിനെ വേവ്സ് ഡിറ്റക്റ്റ് ചെയ്ത്, ബ്രെയിൻ വേവ് ഡിറ്റക്റ്റ് ചെയ്ത് ഞാൻ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ലോകത്തിന് കഴിയും. പക്ഷേ ഞാൻ തീരുമാനമെടുക്കേണ്ടത് എന്താണെന്നുള്ളത് എൻ്റെ ആത്മാവാണ് തീരുമാനിക്കുന്നത്. അതിനെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയത്തില്ല എന്നുള്ളതും ഇന്ന് രാത്രിയിൽ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ തീരുമാനമെടുക്കുന്ന അനുസരിച്ചേ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലാതെ നമ്മുടെ അകത്തെ ചിന്തയിലേക്ക് കയറി അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ നാം എടുത്തു വെച്ചിരിക്കുന്ന തീരുമാനം എന്താണെന്ന് റീഡ് ഔട്ട് ചെയ്യുവാനായിട്ട് ഈ പറയുന്ന ആധുനിക ശാസ്ത്രത്തിന് കഴിയും എന്നുള്ളതും ഇന്ന് രാത്രി മനസ്സിലാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അന്നത്തെ ആ സർവ്വലോക ഭരണത്തിൻ്റെ അധിപനായിട്ട് എതിർക്രിസ്തു വാഴുന്ന സമയത്ത് അവൻ്റെ നമ്പർ സിസ്റ്റത്തിലൂടെ ആയിരിക്കും, 666 എന്ന നമ്പറിലൂടെ ആയിരിക്കും കാര്യങ്ങൾ ലോകത്തിൽ ആകമാനമായിട്ട് കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്ന നമ്പർ ഒരു വ്യക്തിയുടെ നമ്പറാണ്, 666 ഇത് അധിക സമയം ലോകത്തിൽ നിലനിൽക്കത്തില്ല. കേവലം 1260 മാക്സിമം പോയാൽ 1335 ദിവസമായിരിക്കും ഇതിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ട്. 1260 ദിവസമാണ് എതിർക്രിസ്തുവിൻ്റെ ഭരണം. അതിനുശേഷമായി വലിയ കൊടിയ യുദ്ധത്തിലേക്ക്, വലിയ കഷ്ടതയിലേക്ക് ലോകം നീങ്ങപ്പെടും. അത് മിനിമം 30 ദിവസമോ അതല്ലെങ്കിൽ 45 ദിവസം വരെയോ പോകാം, 335 വരെ, അതായത് 2.5 മാസം വരെ പോകാം. അപ്പോൾ ചുരുങ്ങിയത് 1 മാസമോ അല്ലെങ്കിൽ 2.5 മാസമോ 75 ദിവസമോ വരെ പോകാവുന്ന ഒരു കാലഘട്ടമുണ്ട്. അതുവരെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് അധിക നാളത്തേക്കുള്ള ഒരു കാര്യങ്ങൾ എതിർക്രിസ്തുവിന് ദൈവം കൊടുത്തിട്ടില്ല. കേവലം 3.5 വർഷമായിരിക്കും അവൻ്റെ ഭരണം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷമുള്ള കാലം ദൈവം ചുരുക്കിക്കളയും. അത് വലിയ കഷ്ടതയുടെ കാലഘട്ടമായിരിക്കും എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രസവ വേദനയുടെ കാലഘട്ടമാകുന്നു. അപ്പോൾ ലോകം ഒരു വലിയൊരു വിപത്തിലേക്ക്, വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ നാശകനായിട്ടുള്ള ചുക്കാൻ പിടിക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന എതിർക്രിസ്തുവിനെ കുറിച്ച് അന്നത് നമ്പർ സിസ്റ്റത്തിലായിരിക്കും അറിയപ്പെടുന്നത്. അവൻ 666 എന്നുള്ള നമ്പറിലായിരിക്കും എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ സങ്കല്പതകളിലേക്ക്, നാം സാങ്കല്പികതയിലേക്ക് കടന്നു പോകാതെ നമുക്ക് ദിവസങ്ങളിൽ അതേക്കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണെന്ന് അല്പമായി ചിന്തിച്ച് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. നമുക്കറിയാം 666 എന്നത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നമ്പറാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് 6ാമത്തെ ദിവസമാണ്. 6ാം ദിവസമാണ് മനുഷ്യനെയും മൃഗങ്ങളെയെല്ലാം ദൈവം സൃഷ്ടിച്ചപ്പോൾ. മൃഗങ്ങളെല്ലാം ഉണ്ടാക്കിയ ശേഷമായി ദൈവം 6ാം ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ. ഈ മനുഷ്യനെ സൃഷ്ടിച്ച ദിവസത്തിന് 6ാം ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ ഇപ്പോൾ മനുഷ്യനുള്ള ബന്ധത്തിൽ അവസാനമായിട്ട് ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ച് മൂക്കിൽ ജീവശ്വാസമൂതി അവനോട് സദൃശ്യമുള്ള ഒരു മനുഷ്യനെ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചെടുത്തതെങ്കിൽ ലോകത്തിൻ്റെ അവസാനത്തെ
ഭരണകർത്താവായി ഈ സാത്താൻ കൊണ്ടുവരുന്ന വ്യക്തിയും മണ്ണിൽ നിന്ന് എടുക്കപ്പെടുന്നവനായിരിക്കും. ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ചിപ്പുകളും എല്ലാ കാര്യങ്ങളും മണ്ണിൽ നിന്നായിരിക്കും. അന്ന് കർത്താവ് മണ്ണിൽ നിന്നെടുത്ത് അതിൻ്റെ അകത്ത് നമുക്കറിയാം നമ്മുടെ ശരീരമൊക്കെ പരിശോധിക്കുമ്പോൾ മഗ്നീഷ്യമുണ്ട്, സോഡിയമുണ്ട്, പൊട്ടാസ്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ മണ്ണിൽ നിന്നെടുത്ത് അതിൻ്റെ അകത്ത് പ്രത്യേകതകളാണ്. ഇതെല്ലാം മണ്ണിലുള്ളതാണ്. എന്നാൽ എതിർക്രിസ്തു എന്ന വ്യക്തി എന്ന് പറയുമ്പോൾ പൊട്ടാസ്യവും സോഡിയവും അങ്ങനെയുള്ള മൂലകങ്ങളായിരിക്കത്തില്ല. അവനെ പ്രത്യേകമായിരിക്കുന്ന രീതിയിൽ നോക്കുമ്പോൾ ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കി അല്ലെങ്കിൽ യന്ത്രമനുഷ്യ സംവിധാനത്തിലൂടെ ഇവനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചിപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന വസ്തുക്കളോടുള്ള ബന്ധത്തിലായിരിക്കും ഉണ്ടായി വരുന്നത്. അപ്പോൾ അത് വ്യത്യസ്തമായിരിക്കുന്ന സൃഷ്ടിയായിരിക്കും. അപ്പോൾ അവനെ 6-ാമത്തെ ദിവസം മനുഷ്യനോടുള്ള ബന്ധത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ സാത്താനുമായിരിക്കും. അതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ 3-6 കാണിക്കുന്നത് ദേഹവും ദേഹിയും ആത്മാവും. 3-6 666 കാണിക്കുന്നത് മൃഗമാകുന്ന എതിർക്രിസ്തുവിൻ്റെ ദേഹം അത് പൈശാചിക ഡിസൈൻ ചെയ്തിരിക്കുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അവൻ്റെ ശരീരം വചനമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ക്രിസ്തുവിൻ്റെ ശരീരമെങ്കിൽ സാത്താൻ്റെ അവൻ്റെ ആലോചനയായിരിക്കും ഈ പറയുന്ന എതിർക്രിസ്തുവിൻ്റെ ദേഹം. അപ്പോൾ അവൻ്റെ ദേഹി അതേക്കുറിച്ചും പറയുമ്പോൾ അവർ പൈശാചികമായിരിക്കുന്ന ഒരു ദേഹിയായിരിക്കും. അപ്പോൾ അവൻ്റെ ആത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ അതും പൈശാചികതയുടേതായിരിക്കും. എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരം അത് വചനമായിരുന്നു. യേശുവിൻ്റെ ജീവൻ അത് രക്തം ജീവനായിരുന്നു. യേശുവിലുണ്ടായിരുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു. അപ്പോൾ ക്രിസ്തുവിലുള്ള ശരീരവും ക്രിസ്തുവിലുള്ള ജീവനും ക്രിസ്തുവിലുള്ള ആത്മാവിനെക്കുറിച്ച് നമുക്കറിയാം. അത് വചനവും ജീവനാകുന്ന പരിശുദ്ധാത്മാവും പിതാവാം ദൈവം കൂടെ സമ്മേളിച്ചതാണ് ക്രിസ്തുവെങ്കിൽ ഈ 666 ആയിരിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ ദേഹം, അവൻ്റെ ദേഹി, അവൻ്റെ ആത്മാവ് എന്നുള്ളത് അത് പൈശാചികൻ അവൻ്റെ മുഴുവൻ ബുദ്ധിയും കഴിവും ജ്ഞാനവും എല്ലാം കൂടി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലോകത്തിൻ്റെ അവസാനത്തെ പ്രതിനിധിയായിട്ടാണ് ഈ പറയുന്ന വ്യക്തി ജനിക്കുന്നത് എന്നുള്ളത് നമ്മളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിമ്രോദിൻ്റെ കാലത്ത് ശിനാർ സമഭൂമിയിൽ ഏകലോക ഭരണത്തിനായി പണിതുയർത്തപ്പെട്ട ഇഷ്ടികപ്പണിയായ ബാബേൽ ഗോപുരം ദൈവിക ഇടപെട മുഖാന്തരം തകർന്നടിഞ്ഞു. പക്ഷേ അന്ന് തകർന്നടിഞ്ഞിരുന്നെങ്കിലും നിമ്രോദിൻ്റെ ഉള്ളിൽ വ്യാപരിച്ച ശക്തി അത് ഏകലോക ഭരണ സംവിധാനത്തിന് വേണ്ടിയായിരുന്നു. കാരണം ഈ ലോകത്തിൻ്റെ ആരംഭം വിട്ടപ്പോൾ തന്നെ ഒരു മനുഷ്യൻ്റെ കൈക്കീഴിൽ ലോകഭരണം മുഴുവനും സകല മനുഷ്യൻ നിൽക്കണം, അവർക്ക് പേരുണ്ടാകണം എന്നുള്ള ചിന്തയോടെ ഒരു പേരും ഒരു വലിയൊരു ബിൽഡിങ്ങും ഉണ്ടാക്കിയെടുത്ത് സ്വർഗത്തോളം എത്തുന്ന ഗോപുരം പണിയാൻ വേണ്ടി അന്ന് തുടങ്ങിയ ആ പദ്ധതിയെ കർത്താവ് ദൈവം ഇറങ്ങി വന്ന് അതിനെ ചിതറിച്ച് കളഞ്ഞെങ്കിൽ, ഭാഷകളിലേക്ക് ചിതറിച്ച് കളഞ്ഞെങ്കിൽ, ലോകത്തിൻ്റെ ഭരണത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ സകല ഭാഷകളെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടർ ഭാഷയിലേക്ക് ലോകം വരും. നമുക്കറിയാം ഇന്ന് മറ്റു പല ഭാഷകളും പഠിച്ച് ഓരോരുത്തർക്കും ഓരോ ഭാഷകളോടുള്ള ബന്ധത്തിൽ വലിയ സന്തോഷമുണ്ട്. പറയും ഞങ്ങൾക്ക് ഇന്ന ഭാഷ വേണം, ഞങ്ങളുടെ ഇന്ന ഭാഷ വേണം. ഭാഷകളുള്ള നമ്മൾ ജനിച്ചു വരുന്ന ഭാഷയോട് നമുക്ക് സ്നേഹമുണ്ട്, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാൽ സകല ഭാഷകളെയും മാറ്റുന്ന, സകല ഭാഷകൾക്കും വില കൊടുക്കാത്ത ഒരു സമ്പ്രദായത്തിലേക്ക് ലോകം നോക്കുക. അത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അത് മെഷീൻ ഭാഷയായിരിക്കും. ആ ഭാഷ പഠിക്കാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം വരും. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഷയൊക്കെ ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ അല്ലെങ്കിൽ അത് പഠിക്കാതെ പറ്റില്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷൊന്നും പഠിക്കാത്ത നമുക്ക് യൂണിവേഴ്സലായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ പോയൊന്നും ജോലി ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മലയാള ഭാഷ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഞാൻ മലയാളം മാത്രമേ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറമായിട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. പക്ഷേ ലോകത്തിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്കറിയാം IELTS മറ്റുള്ള പരീക്ഷകളൊക്കെ പാസ്സായി ചെന്നെങ്കിൽ മാത്രമേ അവിടെയൊക്കെ ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഭാഷയിലേക്ക് അല്ലെങ്കിൽ ലോകത്തിൽ അറിയപ്പെടുന്നൊരു ഭാഷയിലേക്ക് മനുഷ്യന് അറിവുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ജോലിക്ക് വേണ്ടി പോകാൻ കഴിയത്തുള്ളൂവെങ്കിൽ അധികം താമസിയാതെ വരാൻ പോകുന്നത് മെഷീൻ ഭാഷ, മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ അതിനോടുള്ള ബന്ധത്തിൽ ഒരു ഭാഷ ലോകത്തിൽ വരും. ആ ഭാഷ പഠിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ്
ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം അന്ന് ദൈവം ഭാഷ കലക്കിക്കളഞ്ഞതുകൊണ്ടാണ് അവർക്ക് ഗോപുരം പണിയുവാൻ സാധിക്കാതെ പോയെങ്കിൽ അന്ന് അവർക്ക് മനസ്സിലായി, പറയുന്നത് മനസ്സിലാകാത്തതുകൊണ്ടാണ് അവരുടെ ആ പ്രവർത്തനം നിലച്ചു പോയതെങ്കിൽ സാത്താൻ അന്ന് മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ പറയുന്ന കാര്യം ചെതറിപ്പെട്ടു പോകാതെ അവൻ്റെ ആലോചന ലോകത്തിലേക്ക് ആകമാനമായി എല്ലാവരിലേക്കും സകല മനുഷ്യരിലേക്കും അവന് കൺവേ ചെയ്യുവാൻ, അവനെ വ്യാപിപ്പിക്കുവാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് പണിയാതെ പോയ കാരണം ദൈവം ഭാഷ കലക്കി കളഞ്ഞതുകൊണ്ടാണ്. എന്നാൽ ഇനി വരാൻ പോകുന്ന ഈ എതിർക്രിസ്തുവിൻ്റെ ഭരണസമയമാകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭാഷയിലേക്ക് ലോകം മുഴുവൻ ഏകോപിപ്പിക്കപ്പെടും. അന്ന് ആ കാലഘട്ടത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യുവാൻ സാധിക്കും. ദൈവത പറഞ്ഞത്, മനുഷ്യൻ ഉദ്ദേശിക്കുന്നതൊന്നും അവന് ചെയ്യാൻ അസാധ്യമല്ല, അവനത് ചെയ്യും. അതുകൊണ്ട് ദൈവം കലക്കിക്കളഞ്ഞെങ്കിൽ ഈ പറയുന്ന ശക്തി അതിൻ്റെ ഇപ്പോൾ മുഴുവലത്തോടുകൂടി പ്രവർത്തിച്ച് ലോകാവസാനത്തിന് മുമ്പിൽ കർത്താവ് ഇറങ്ങി വരുന്നതിന് മുമ്പ്, കർത്താവ് ഇറങ്ങി വരുന്നത് അതിനു വേണ്ടിയാണ്. രണ്ടാമത് കർത്താവ് ഇറങ്ങി വരുന്നത് ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിമ്രോദിന്റെ കാലത്ത് അവിടെ ഉയർന്നു പൊങ്ങിയ ആ ആലോചന ഏകലോക ഭരണത്തിന്റെ കീഴിൽ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ആയിരുന്നെങ്കിൽ ദൈവം അതിനെ ചെതറിച്ച് കളഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് അതേ രീതിയിലുള്ള കാര്യത്തോടുകൂടി ലോകത്തിന്റെ ഭരണം ഒരാളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി അവന് ലോക മനുഷ്യരോട് സംസാരിക്കുന്ന ലോക ഭാഷ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഇന്നത്തെ സകല കണ്ടുപിടുത്തങ്ങളും മുമ്പോട്ട് പോകുന്നത്. അന്ന് അത് സാധ്യമാക്കുന്നത്, പക്ഷെ അന്ന് കല്ലും മണ്ണും എടുത്തുകൊണ്ട് വരാൻ കഴിയാതെല്ലാം ഇട്ടിട്ട് പോയെങ്കിൽ സാധാനിക സാമ്രാജ്യത്തിൻ്റെ ഭരണം അത് കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടി അവൻ സംസാരിക്കുന്നതിനെ കൺവേ ചെയ്യുവാൻ, മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഭാഷാ സംവിധാനം ലോകത്തിൽ വരും. അതിൻ്റെ മുഖ്യധാര വിഷയമായിട്ടുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കമ്പ്യൂട്ടറോ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്, അനുഗ്രഹത്തിന് വേണ്ടിയാണ്. നമുക്ക് ദൈവം പഠിപ്പിക്കാനും അയക്കാനും അത് പല വിവിധ മാധ്യമങ്ങളിലൂടെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വചനം സന്ദേശങ്ങൾ അറിയിക്കാനൊക്കെ സാധിക്കും. ഞാൻ പല പറഞ്ഞു പണ്ടൊക്കെ ചെറുപ്പകാലം ഞാൻ കേട്ടിട്ടുണ്ട്, പലരും 10, 45, 40 വർഷം മുമ്പ് അവർ രാവിലെ എഴുന്നേറ്റ് പോയി ഏതെങ്കിലും ഒരു മലകളിൽ നിന്ന് ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് അവിടെ നിന്ന് വചനം വിളിച്ചു പറയുമായിരുന്നു. അങ്ങനെ സുവിശേഷീകരിച്ചിട്ടുണ്ട്. എന്നാൽ കാലഘട്ടത്തിൽ അതാ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന സുവിശേഷത്തിൻ്റെ ആത്മാവ് അവരെ പ്രേരിപ്പിക്കുമായിരുന്നു. അവർ അതിരാവിലെ എഴുന്നേറ്റ് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത്, അന്തരീക്ഷം ശാന്തമായിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് വചനം വിളിച്ചു പോകുമായിരുന്നു. കാരണം അത് എല്ലാവരുടെയും ചെവിയിലെത്താൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ആ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പോയി ഇങ്ങനെ വെച്ചാലൊന്നും ലോകം ഇപ്പോൾ 24 hours ഓണാണ്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. പണ്ടത്തെ പോലെയല്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്ന് നമുക്കറിയാം, എത്രയോ മാധ്യമങ്ങളിലൂടെ ദൈവത്തെ എത്തിക്കാൻ കഴിയുന്നുണ്ട്. TV-യിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും പേപ്പറിലൂടെയും മറ്റുള്ള പല. അപ്പം അന്നുണ്ടായിരുന്ന സിസ്റ്റം അന്ന് ചെയ്യുന്നത് ഇന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അത് മാറ്റമുണ്ടായി. ഇതിനെല്ലാം ദൈവമാണ് കാരണഭൂതൻ. ദൈവമാണ് ഇതെല്ലാം തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയാണ്. പിന്നെ മെഗാഫോൺ വന്നു, മൈക്രോഫോൺ വന്നു, മറ്റേ മൈക്ക് സിസ്റ്റം വന്നു. ഇതെല്ലാം വന്ന് നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ വചനം ഘോഷിക്കപ്പെടുന്നു. അത് ദൈവത്തിൻ്റെ വചനം മാത്രമല്ല, എല്ലാം അതിൽ ഉപയോഗിക്കും. ഒരു കണ്ടുപിടുത്തം വന്നാൽ ഇതിനു വേണ്ടി മാത്രമൊന്നല്ല, അത് ഗുണത്തിന് ഉപയോഗിക്കാം, ദോഷത്തിന് ഉപയോഗിക്കാം. ഇതെല്ലാം സുവിശേഷത്തിന് വേണ്ടിയാണ്, സത്യത്തിന് വേണ്ടി, വെളിച്ചം വ്യാപരിക്കാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ചിരിക്കുന്ന എല്ലാം ഇരുളിൻ്റെ സാത്താനിക സാമ്രാജ്യത്തിൻ്റെ കാര്യത്തിന് വേണ്ടി സാത്താൻ അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ലോകം നീങ്ങും. ഇന്നത്തെ കണ്ടുപിടുത്തങ്ങളൊക്കെ എനിക്ക് അനുകൂലം, നമുക്ക് നല്ലതാണ് അല്ലേ? പണ്ടൊക്കെ ബാങ്കിൽ പോയി നിന്നാൽ എന്തെങ്കിലും കഷ്ടപ്പാടായിരുന്നു. ഇന്നിപ്പോൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ നമുക്ക് വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും, അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങൾ, പേപ്പർ വർക്ക് ഉണ്ടെങ്കിൽ മാത്രം ബാങ്കിൽ പോയാൽ മതിയല്ലേ? അപ്പോൾ അതല്ലെങ്കിൽ പണ്ട് ഇപ്പോൾ എ ടി എമ്മിൽ പോലും പോകണ്ട. അപ്പോൾ എല്ലാം വളരെ സിമ്പിളിഫൈ ആയി. അത് നല്ലതല്ലേ? നല്ലതാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പൈസ അയച്ചു കൊടുക്കുക, ഫോൺ നമ്പർ ഉണ്ടായാൽ മതി. ആർക്ക് വേണമെങ്കിലും പൈസ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാം. അപ്പം അങ്ങനെ വലിയ രീതി മാറി, എല്ലാ മേഖലകളിലും മാറ്റമുണ്ടായി. നമ്മളിപ്പോൾ എല്ലായിടത്തും ഓടി നടക്കുമ്പോൾ ആവശ്യമില്ല.
വീട്ടിലിരുന്നുകൊണ്ട് വേണമെങ്കിൽ എന്ത് കാര്യവും ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ലോകം മാറിയപ്പോൾ അതെല്ലാം ഗുണകരമായ കാര്യത്തിന് വേണ്ടിയാണ്. എന്നാൽ അധികം താമസിയാതെ ദൈവത്തിൻ്റെ നാമത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ദൈവവിശ്വാസികളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇതേ ടെക്നോളജികൾ അവൻ ഉപയോഗിച്ച് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുകയും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ കൊന്നുകളയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് ലോകം അതിവേഗം നീങ്ങും. ആ കാലഘട്ടത്തിൽ കഥ പറഞ്ഞത് മനുഷ്യത്വം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ അധികം സാങ്കല്പികതകളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് ഇത് ക്രിസ്തു എന്ന് പറയുമ്പോൾ 3, 6 കാണിക്കുന്നത്, 666 കാണിക്കുന്നത് ഇത് ക്രിസ്തുവിൻ്റെ ദേഹം, അവൻ്റെ ദേഹി, അവൻ്റെ ആത്മാവ്. അത് മുഴുവനും പൈശാചികമായിരിക്കും, അത് മുഴുവൻ സാത്താനികമായിരിക്കും, അത് മുഴുവൻ ഇരുളായിരിക്കും. അവൻ യേശു ക്രിസ്തുവിൻ്റെ നേർ വിപരീതമായിരിക്കും. അതിനെ കാണിക്കാൻ വേണ്ടിയാണ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ 666 കാണിച്ചിരിക്കുന്നത്. അതൊരു വ്യക്തിയാണ്. പക്ഷേ ഏത് വ്യക്തിയായിരിക്കും, ആരായിരിക്കും എന്നുള്ളത് സാങ്കല്പികതയിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. കാരണം അങ്ങനെ സാങ്കല്പികത പഠിപ്പിക്കാനല്ല ദൈവം തന്നിരിക്കുന്നത്, കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയും. അത് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അന്ന് അവർ ആരൊക്കെയാണ് അതിനകത്ത് ഉണ്ടാകുന്നത് അവർക്കത് മനസ്സിലാകുമെന്ന് അതിന് മുമ്പായി ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാടിൽ ആ സത്യത്തെ നമ്മൾ വെളിപ്പെടുത്തി വയ്ക്കുന്നത് ഇത് വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് കാണിക്കുന്നു എന്നുള്ളത് വരും തലമുറയ്ക്ക് വേണ്ടി നാം വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നു. നമ്മളെ ബാധിക്കുന്നതല്ല. കാരണം ഈ ഗിതക്രിസ്തുവിൻ്റെ ഭരണത്തിൽ നമ്മൾ കാണത്തില്ല. ഞാൻ പറഞ്ഞ യഥാർത്ഥമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന, തികവ് പ്രാപിക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും സാത്താനിക മുഖകുറ്റത്തിലൂടെയോ ഗിതക്രിസ്തുവിൻ്റെ ഭരണത്തിലൂടെയോ കടന്നു പോവുകയില്ല. എന്നാൽ അങ്ങനെ ഒരു നിലപാടിലെത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ലോകത്തിൽ അവശേഷിക്കും. കാരണം അവരുണ്ടായേ മതിയാകുള്ളൂ. അല്ലാതെ ലോകത്തിലുള്ള സകല ദൈവത്തെ വിശ്വസിക്കുന്നതെല്ലാം എടുത്തുകൊണ്ട് പോകത്തില്ല. ഒരു ശേഷിപ്പ് ഇവിടെ ഉണ്ടായിരിക്കും. അത് ഇസ്രായേലിൽ നിന്നുള്ള ശേഷിപ്പുണ്ടായിരിക്കും, ഇസ്രായേലിൽ നിന്നുള്ളവരുണ്ടായിരിക്കും, അതുപോലെ തന്നെ ദൈവസഭയുടെ ശേഷിപ്പുണ്ടായിരിക്കും. ഇനി അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അന്ന് പതറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ദൈവം എന്ന പഠനം നമുക്ക് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ആവർത്തിക്കട്ടെ, എല്ലാവരും എടുക്കപ്പെടണം എന്നുള്ളത് ആഗ്രഹമാണ്. കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷയ്ക്ക് ശേഷമേ സാത്താനിക മഹോത്സവവും യദുക്രിസ്തുവിന്റെ ഭരണവും ലോകത്തെ വരികയുള്ളൂ. നാം ദൈവകൃപയാൽ പണിയപ്പെട്ടവരും തികവുള്ളവരുമാണെങ്കിൽ, സ്വർഗത്തിൽ പേരിരിക്കുന്ന ആദിയാത്മാവ് സമർപ്പെട്ടവരാണെങ്കിൽ നാം കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോടിരുന്നാൽ രൂപാന്തരപ്പെടും, മരിച്ചുപോയെങ്കിൽ പുനരുത്ഥാന ശരീരത്തോടെ നാം എടുക്കപ്പെടുവാടെ തീരും. എന്നാൽ ഈ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് സഭയെ ചേർത്ത ശേഷമായി ഇവിടെ ശേഷിപ്പ് ഉണ്ടായിരിക്കും. അത് യേശുവിൻ്റെ സാക്ഷ്യം ഉള്ള സ്ത്രീയുടെ സന്ദേശ ശേഷിപ്പാണ്. ദൈവകൽപ്പന പ്രമാണിക്കുന്ന വിശുദ്ധന്മാർ, പഴയ വിശുദ്ധന്മാർ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ മഹോത്സവത്തിലൂടെയും എതിർക്രിസ്തു പാഠത്തിലൂടെ കടന്നു പോകണം. നമ്മൾ ഈ കേൾക്കുന്നവരാരും തന്നെ അതിൽ കാണരുത് എന്നുള്ള ഒരു വലിയ ആഗ്രഹവും പ്രാർത്ഥനയുമുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ ബൈ ചാൻസ്, ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ചാൻസ്, ബൈ ചാൻസ് എന്ന് പറഞ്ഞാൽ സംഭവിക്കാം, എടുക്കപ്പെടാതിരുന്നാൽ ഭാരപ്പെട്ടു പോകരുത്, ഭയപ്പെട്ടു പോകരുത്. ഇത് നേരത്തെ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു തന്നിരിക്കുന്നത് കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിക്കൊള്ളണം. കർത്താവിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി കഴുത്ത് വെച്ചു കൊടുക്കുവാൻ അത് അന്നത്തെ കാലഘട്ടത്തിൽ തയ്യാറായിക്കൊള്ളണം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത് കേൾക്കുന്ന ആഗോള ദൈവസഭയിലുള്ള തികവ് പ്രാപിക്കുന്നതോടല്ല ഞാൻ പറയുന്നത്. ദൈവസഭയിൽ നിന്ന് എല്ലാവരും എടുക്കപ്പെടുകയില്ല, ശേഷിപ്പുണ്ടാകും. 30 മേനിയും 60 മേനിയും ഇവിടെ ശേഷിച്ചിരിക്കും. നാം 100 മേനിയിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ നിശ്ചയമായിട്ടും മരിച്ചാൽ പുനരുത്ഥാനം പ്രാപിച്ച് തേജസ്സോടുകൂടി എടുക്കപ്പെടും, ജീവനോടിരുന്നാൽ രൂപാന്തരപ്പെടും. എന്നാൽ ഇതിൻ്റെ ആ നിലവാരത്തിലേക്ക് എത്തുന്നില്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ ഹൃദയത്തിൽ കോരിയിട്ടുകൊള്ളുക. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ ഭാരപ്പെടരുത്, വിഷമിക്കരുത്. കർത്താവിന് വേണ്ടി തലവെച്ചു കൊടുക്കുവാൻ, നാം രക്തസാക്ഷികളായി തീരാൻ വേണ്ടി തയ്യാറായിക്കൊള്ളണമെന്നുള്ളതും രാത്രിയിൽ ഓർപ്പിക്കുന്നു. യദുക്രിസ്തുവിനെ കുറിച്ചും 666 കുറിച്ചും ഞാൻ എനിക്ക് ഒരു വ്യക്തിയാണെന്ന് പഠിപ്പിക്കാൻ എനിക്കറിയത്തില്ല. ഇനി അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ പഠിപ്പിക്കട്ടെ. ഒരിക്കലും സാങ്കല്പികതയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പശ്ചാത്തലം എന്താണെന്നും നിമ്രോദിൻ്റെ കാലത്തുണ്ടായിരുന്ന
ആ ശക്തിയാണ് ഇപ്പോൾ ആ, ഒരു ഏകലോക ഭരണ സംവിധാനത്തിലേക്ക്, ഒരു ഏകലോക ഭാഷാ സിസ്റ്റത്തിലേക്ക്, അത് ആ, മതത്തിലേക്ക്, ഒരു ഏകലോക മതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തിൻ്റെ മതമായി കമ്പ്യൂട്ടറൊക്കെ മാറാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ആ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിരിക്കുന്ന നമ്പറിങ്ങിലേക്ക് കാര്യങ്ങൾ നീക്കപ്പെടുമ്പോൾ, ഡിജിറ്റലൈസായി മാറുമ്പോൾ നിരാശപ്പെടണം. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ആ സിസ്റ്റത്തിൽ ഉൾപ്പെടാനുള്ളവരല്ല. ദൈവം നമ്മളെ വേർതിരിച്ച്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ വേർതിരിച്ച് ദൈവരാജ്യത്തിൻ്റെ മക്കളാക്കി തീർത്തു. അതിൽ ആ ദൈവരാജ്യത്തിൽ ഉള്ള ദൈവസഭയുടെ അംഗങ്ങളായി തികവിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. 666 എന്ന ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചെടുക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ സംഖ്യയാണ്. അത് പറഞ്ഞാൽ അവൻ്റെ ദേഹവും ദേഹിയും ആത്മാവും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ സാത്താനുമായിരിക്കും. അവൻ സാത്താൻ ദേഹരൂപത്തിൽ ഇരുളായി വസിക്കുന്നതാണ്. ക്രിസ്തു അവൻ്റെ നമ്പറായിരിക്കും 666 എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പഠനത്തിൽ നിന്ന് പൂർത്തീകരിച്ച് അടുത്ത ഭാഗത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിൻ്റെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം, അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ ആണ് തുറന്ന് നമ്മൾ വായിക്കുക. നമ്മളിപ്പോൾ പഠിച്ചത് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റൊരു മൃഗമാകുന്ന കള്ളപ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചാണ് പഠിച്ചത്. അതിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട ശേഷമായി അവൻ്റെ പേരിനോടും മുദ്രയോടുള്ള ബന്ധത്തിൽ അതിനെ മനുഷ്യരിൽ അടിച്ചേൽപ്പിക്കുന്നത് കള്ളക്രിസ്തു കള്ള പ്രവാചകനായിരിക്കുന്നു എന്നുള്ള ബന്ധത്തിലാണ്. 666 ബന്ധത്തിൽ നാം ഇത്രയും ചിന്തിച്ചത്. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് കുഞ്ഞാട ദൈവം 3-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സന്ദർഭത്തെക്കുറിച്ചാണ്. അപ്പോൾ 6-ാം അധ്യായത്തിന് ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിനെ കുറിച്ച് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചാണെങ്കിൽ, 2-ാമത്തെ മുദ്ര അത് കള്ളപ്രവാചകന്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ്. 3-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 അടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിടുന്ന ശബ്ദം ഞാൻ കേട്ടു. ഇവിടെ 3-ാമത്തെ മുദ്ര കുഞ്ഞാട് പൊട്ടിക്കും. ഇതൊന്നും 1-ാം മുദ്രയും പൊട്ടിച്ചിട്ടില്ല, 2-ാം മുദ്രയും പൊട്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പഠിപ്പിച്ചാൽ അത് ശ്രദ്ധിക്കരുത്. കാരണം വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വിഷയവും നടന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ, അതൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിനോട് ഏകദേശം സമാനമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും അതാണ് ഇതെന്ന് പഠിക്കരുത്. യഥാർത്ഥത്തിലുള്ളതല്ല, അതൊന്നും സംഭവിച്ചിട്ട് പോലുമില്ല. ഇവിടെ വായിക്കുമ്പോൾ 3-ാമത്തെ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നത് തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 അടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് 4 ജീവിയുടെയും നടുവിൽ ശബ്ദം കേട്ടു. ക്രിസ്തുവിൻ്റെയും കള്ളപ്രവാചകന്റെയും നേതൃത്വത്തിലുള്ള ലോക ഭരണത്തിലെ വ്യാപാര വ്യവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അതികഠിനമായ ക്ഷാമത്തെ ആണ് കറുത്ത കുതിരയും അതുമായി ഇരിക്കുന്നതിൻ്റെ കയ്യിൽ കാണുന്ന തുലാസും വെളിപ്പെടുത്തുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം പണ്ട് നമ്മുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ദാരിദ്ര്യം ഒന്നുമില്ല. പണ്ടൊക്കെ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നല്ലേ. ഒരേക്കർ സ്ഥലം കപ്പയിട്ടാലും എന്ത് കിട്ടുമായിരുന്നു? വളരെ തുച്ഛമായിട്ടുള്ളത് കിട്ടുണ്ടായിരുന്നു. കാണുന്ന കൃഷിസ്ഥലം മുഴുവൻ കൃഷി ചെയ്താലും ഒത്തുപിടുത്തം ജീവിച്ചുള്ള വിളവ് കിട്ടിയാൽ കിട്ടി. പക്ഷെ ഇന്നത്തെ ആധുനിക കാർഷിക ചിന്താഗതിയിൽ ഒരു വീടിന് ആവശ്യമായ സ്ഥലങ്ങൾ 10 സ്ഥലം ഉണ്ടെങ്കിൽ എന്താണ് ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് നടുന്ന കപ്പ പണ്ടൊക്കെ 10 സെൻറ്റിലിട്ട കപ്പയൊക്കെ ഇന്ന് 1 മൂട് കപ്പയെന്ന് പറിക്കുന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളുണ്ടായി. എന്തിനാണ് പറയുന്നു? നമുക്കറിയാം, ചക്കയും മാവും പ്ലാവും ഒക്കെ തെങ്ങും തേങ്ങായും ഒക്കെ ഒരു പ്രത്യേക സീസൺ ഫുഡ് ആയിരുന്നെങ്കിൽ 24 മണിക്കൂർ മാർക്കറ്റിൽ കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം നമ്മളിതൊക്കെ കാണുമ്പോൾ വിചാരിക്കും, ഇനി എങ്ങനെയാണ് ക്ഷാമം ഉണ്ടാകുന്നത്? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അങ്ങനെ ക്ഷാമമൊന്നും ഉണ്ടാകത്തില്ല.
അല്ലേ? ഇന്നത്തെ രീതി നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ വർദ്ധിച്ചതുകൊണ്ട് പണ്ട് ഉണ്ടായിരുന്ന വിളവിൻ്റെ 10 ഇരട്ടി വിളവ് ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ശരിയായ രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വലിയ ലാഭം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കൃഷി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കണ്ടുപിടുത്തം ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലുള്ള മാർഗങ്ങൾ, യന്ത്രവൽക്കരണം, ഫെർട്ടിലൈസേഴ്സിൻ്റെ രീതിയിലുള്ളത്, പിന്നെ പല പുതിയ പുതിയ മെത്തേഡുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ ഒരു ദാരിദ്ര്യമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ ഈ ഈ എതിർ ക്രിസ്തുവിൻ്റെ ഭരണ സമയത്താകുമ്പോഴത്തേക്ക് വ്യാപാര വ്യവസ്ഥയെ തുലാശ കാണിക്കുന്നത് ബിസിനസ്സിനെ കാണിക്കുന്നു. അപ്പോൾ സാത്താൻ്റെ അധീനതയിലായിരിക്കും അന്നത്തെ വ്യവസായം, അല്ലെങ്കിൽ അന്നത്തെ വ്യാപാര മേഖലകൾ നിയന്ത്രിക്കപ്പെടുന്നത് സാധാനികമായിരിക്കും. അതാണ് കറുത്ത കുതിര പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് മേടിക്കുന്ന ഒരു തുലാശ കയ്യിൽ പിടിച്ചു തന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി. ഇപ്പം ഇവൻ പിടിച്ചിങ്ങനെ തുലാശ കൈ പിടിച്ചിരുന്നു. മഹാക്ഷാമത്തെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അപ്പം അത് ഇന്ന് പഠിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ നമുക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമുക്കറിയാം കോവിഡ് വന്ന സമയത്ത് ഭക്ഷ്യക്ഷാമത്തിന് വലിയ കുഴപ്പമുണ്ടാകാതെ തീരാതിരിക്കുന്നതിന് മുമ്പായിട്ട് കർത്താവ് അത് മാറ്റി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുറച്ചാളുകൂടെ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ വലിയ കൊടിയ ക്ഷാമം ഉണ്ടാകുമായിരുന്നു. എന്നാൽ അത് ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന് കരുണ കൊണ്ട് അത് കീഴ്പ്പെടുവാൻ. അപ്പം അങ്ങനെ സംഭവിക്കാം. അപ്പം ലോകം എത്രയധികം ശാസ്ത്രീയമായി മുന്നോട്ട് പോയാലും ഭക്ഷ്യധാന്യ കമ്മിയെ ലോക ജനത നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് എതിർ ക്രിസ്ത്യൻ സംഭരണ സമയമാകുമ്പോൾ ലോക ജനത ഭക്ഷ്യക്ഷാമ കമ്മിയെ നേരിടേണ്ടി വരും. അന്ന് ക്ഷാമം വല്ലാതെ, അതിൽ പ്രധാനമായ ചില കാരണങ്ങളാണ്. അതിന് എന്തായിരിക്കാം അങ്ങനെ ഭക്ഷ്യധാന്യ കമ്മി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. ഇപ്പോൾ നമുക്കറിയാം, എവിടെയെങ്കിലും ക്ഷാമം ഉണ്ടായിക്കഴിഞ്ഞാൽ കപ്പൽ മാർഗമോ പ്ലെയിൻ മാർഗമോ ഒക്കെ ട്രെയിൻ മാർഗമോ കൊണ്ടുവന്ന് അതിനെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും. പണ്ട് വെള്ളമില്ലായിരുന്നെങ്കിൽ വെള്ളമില്ലാതെന്ന് ഇരിക്കുകയുള്ളൂ. ഇപ്പം ടാങ്കർ ലോറിയുണ്ട്, വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ വിളിച്ച വണ്ടി വെള്ളം കൊണ്ടുതരും. ഇന്ന് എന്തും സമ്പത്ത് കൊണ്ട്, പണം കൊണ്ട് സാധിച്ചെടുക്കുന്നതാണ്, അല്ലേ? പണ്ട് അങ്ങനെ ആയിരുന്നില്ല. വെള്ളമില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. മഴ പെയ്യണേ, ഉറവതാണ്. ഇപ്പം അങ്ങനെയല്ലല്ലോ. വെള്ളമില്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ടാങ്കർ ലോറി വെള്ളം കൊണ്ടുതരും. അപ്പോൾ അങ്ങനെ ശാസ്ത്രീയമായിട്ട് വളരെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാകാം ഇനി വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിൻ്റെ ഭരണസമയത്ത് ഈ ഭക്ഷ്യധാന്യ കമ്മി ഉണ്ടാകാൻ കാരണം? എന്തായിരിക്കാം ഈ അന്നത്തെ കാലത്ത് ഈ ക്ഷാമം ഉണ്ടാകാൻ കാരണമെന്താണ്? അന്ന് ആ വ്യാപാര വ്യവസ്ഥിതിയെ എങ്ങനെയാണ് സാത്താൻ കയ്യിലെടുക്കുന്നത്? നമുക്കറിയാമല്ലോ, വലിയ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ഭരണ സംവിധാനം മുഴുവൻ സിസ്റ്റവും ഏറ്റെടുക്കും. കാരണം ഭക്ഷ്യക്കമ്മി ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എല്ലാ കടകളിലൊക്കെ വിൽക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ അത്യാവശ്യ സാധനങ്ങൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ഗവൺമെൻറ് അത് ഏറ്റെടുക്കും. ആ വ്യാപാര വ്യവസ്ഥിതി അവർ ഏറ്റെടുക്കും. കാരണം അത് അന്നത്തെ അവരുടെ ആ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ അധീനതയിലേക്ക് മാറ്റും. എന്നാൽ ഇഷ്ടംപോലെ സാധനം എവിടെ വേണം പോയി വാങ്ങിക്കാം. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇത് ദുർലഭമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗവൺമെൻറ് അത് ഏറ്റെടുക്കും, സിസ്റ്റമെല്ലാം ഏറ്റെടുക്കും. അപ്പം അങ്ങനെ ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമെല്ലാം മാറ്റി സാത്താൻ സമസ്ത മേഖലകളും ഒതുക്കി വയ്ക്കുമ്പോൾ അവനെ കൂടാതെ വിൽക്കാനോ വാങ്ങാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും. അത് കറുത്ത ശക്തിയുടെ മുദ്ര അഥവാ അംഗീകാരം ഉണ്ടായിരിക്കണം. അതല്ലാതെ ഒരുത്തർക്കും വിൽക്കാനോ വാങ്ങിക്കാനോ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ ലോകം വരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 4 കാരണങ്ങളാണ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന ആ സമയത്ത് ഭക്ഷ്യധാന്യ കമ്മി ഉണ്ടാകാൻ കാരണം. അഥവാ ഗോതമ്പും അതുപോലെ തന്നെ യവവും അങ്ങനെയുള്ള അത്യാവശ്യമായിരിക്കുന്ന മനുഷ്യൻ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ ഇല്ലാതാകാൻ കാരണത്തിന് പ്രധാന കാരണങ്ങളൊന്ന് കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. ഒന്നെങ്കിൽ കൊടുംവേനലായിരിക്കും, അല്ലെങ്കിൽ അതിശൈത്യമായിരിക്കും, അല്ലെങ്കിൽ ജലക്ഷാമം, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, ഭൂമി കുലുക്കങ്ങൾ, പുതിയ
തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ നിമിത്തം അടിക്കടി ഉണ്ടാകുന്ന കൃഷിനാശങ്ങൾ. ഭൂമിയെ നശിപ്പിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് കൊടുങ്കാറ്റുണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വലിയ മേഘസ്ഫോടനം ഉണ്ടാകുന്നത്? എല്ലാം കാരണം ഭൂമിയെ നശിപ്പിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് വെളിപ്പെടും ഭൂമിയെ നശിപ്പിക്കാനുള്ള കാലവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ഇതിനെ സൃഷ്ടിച്ചപ്പോൾ കാലാവസ്ഥയുടെ ആവാസ വ്യവസ്ഥിതി ദൈവം ഡിസൈൻ ചെയ്തതനുസരിച്ച് ആ കാര്യം നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമുക്കറിയാം കൃത്രിമ മഴ കണ്ടുപിടിച്ചു. അപ്പോൾ അത് അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന മഴമേഘങ്ങളെ ദൈവം വിന്യസിപ്പിച്ചതായിരുന്നു. പക്ഷേ അതിനെ ഇന്ന് മനുഷ്യൻ അവൻ്റെതായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് ഒരു സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന് മാറ്റമുണ്ടാകും. അപ്പോൾ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ മാറ്റമുണ്ടാകും, ഭൗമിക മണ്ഡലങ്ങളിൽ മാറ്റമുണ്ടാകുന്നു, അതുപോലെ സമുദ്രത്തിൽ മാറ്റമുണ്ടാകുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും മാറ്റമുണ്ടാകുന്നു. ദൈവം ഉണ്ടാക്കി വച്ചിരിക്കുന്ന മലകളൊക്കെ നമ്മുടെ ഗുണത്തിന് വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു പോകുന്നുണ്ട്. നമുക്ക് ടണലുകളും അല്ലെങ്കിൽ കുന്നിടിച്ച് നിരപ്പാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു പരിധി വരെ നടക്കട്ടെ. പക്ഷേ ഇതൊക്കെ പരിധി വിട്ട് കഴിയുമ്പോഴാണ് വലിയ വിപത്തുകൾ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മുഖാന്തരമായി, ഞാൻ പറഞ്ഞല്ലോ, ആധുനികതയ്ക്കും ട്രാൻസ്പോർട്ടേഷനും യാത്രയ്ക്കും ഒക്കെ ഇത് ആവശ്യമാണ്. ഇപ്പോൾ ഞങ്ങൾ മലയിടിക്കത്തില്ല, കണ്ടം നിരത്തത്തില്ല, അങ്ങനെ പറഞ്ഞാൽ വികസനം ഉണ്ടാകത്തില്ല. റെയിൽവേ ട്രാക്കും ട്രെയിനും ഒക്കെ പോകണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ അത് പരിധി വിട്ടുപോയി ഒരു പരിധിക്കപ്പുറമായി കാര്യങ്ങൾ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഗുരുതരമായിത്തീരുന്നത്. ഞാൻ പറഞ്ഞത് ഓരോ കാരണങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? പെട്ടെന്നൊരു സമയത്തുണ്ടായ മാറ്റങ്ങളല്ല, പല കാരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. മനുഷ്യനാണ് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനുഭവം, അതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന സാത്താൻ ഭരണത്തിലായിരിക്കുന്ന എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിലായിരിക്കും. ദൈവം അത് പൂർണ്ണമായി വെളിപ്പെടുത്തുന്നത് ഇപ്പോഴല്ല. ഇപ്പോൾ ദൈവകൃപയാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിയന്ത്രണ വിധേയമായി കർത്താവ് നിർത്തുന്നുണ്ട്. കൊടുങ്കാറ്റും പേമാരിയും ജലക്ഷാമവും വെള്ളപ്പൊക്കവും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനെ നിയന്ത്രിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാലഘട്ടം വരാൻ പോവുക, എതിർക്രിസ്തുവാകുന്ന മൃഗത്തിൻ്റെ ഭരണം വരുമ്പോൾ, സാത്താനിക ഭരണത്തിൻ്റെ സമയത്ത് ദൈവം അന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ്റെ മേൽ ശിക്ഷയായിട്ട് വരുന്നതുകൊണ്ട് ഇത് സംഭവിക്കും. അന്ന് ഭക്ഷ്യധാന്യ കമ്മി ഉണ്ടാകും. രണ്ടാമത്തേത്, കൃഷി നഷ്ടമാകുന്ന നിമിത്തം കർഷകർ കൃഷി ചെയ്യുന്നതിൽ വിമുഖരാകുകയും അതിലും അധികം ലാഭം വരുന്ന മറ്റ് മേഖലകളിലേക്ക് തിരിയുന്നതിനാൽ ഭക്ഷ്യോൽപാദനം ഗണ്യമായി കുറയുന്നതാണ്. ഇന്ന് നമുക്കറിയാം പലരും കൃഷിക്കാരാകാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം കൃഷിയോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വളരെ ചുരുക്കമാണ്. പക്ഷേ ഇന്ന് ബുദ്ധിമാന്മാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളത് അവനവൻ്റെ സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചേക്കാമെങ്കിൽ നല്ലതാണ്. ഞാൻ പറഞ്ഞത് ഇപ്പം പ്രശ്നമൊന്നുമില്ല. പക്ഷേ കൃഷി നഷ്ടമാകുന്നതോടുകൂടി ആരും കൃഷി ചെയ്യത്തില്ല. കർത്താവ് നിന്റെ വേർപ്പോട് കൂടി നീ ഭക്ഷിക്കുമെന്നാണ് പറയുന്നത്. മണ്ണിൽ നിന്ന് ദൈവം പറഞ്ഞത് നീ ജീവിക്കുന്നത് നീ നിന്റെ വേർപ്പോട് കൂടി ഭക്ഷണം കഴിക്കുമെന്ന്. പക്ഷെ അതിൽ നേരെ വിപരീതമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആരും വേർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ശീതീകരണ മുറികളിൽ വേർക്കാതെ മൊത്തം തലമുറകൾ കമ്പ്യൂട്ടർ സ്ക്രീനിന് മുമ്പിൽ ഇരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആര് പിന്നെ കൃഷി ചെയ്യും? ഇന്ന് ഒരു പരിധി വരെ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏതായാലും കുറച്ച് കഴിയുമ്പോൾ റോബോട്ടോ ആർട്ടിഫിഷ്യൽ മെഷീനൊക്കെ ആയിരിക്കും കൃഷി ചെയ്യുന്നത്. പക്ഷെ അവർ പണി മുടക്കിയാൽ തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മനുഷ്യൻ പണി മുടക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അവനും സിസ്റ്റത്തിന് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ തീർന്നു. ഏതായാലും പാവാനന്ദ ഭൂമി ദൈവം മനുഷ്യനോട് അള്ളിച്ചെയ്തത് ഭൂമിയിൽ വേല ചെയ്ത് വേർപ്പോടെ അതിൽ നിന്ന് ഉപജീവനം കഴിക്കുവാനാണ്. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെയാണ് ദൈവം പറഞ്ഞത്. മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞത് പാപത്തിന് ലൈസൻസ് കൊടുക്കുന്ന, പാപത്തിനും മ്ലേച്ഛതയ്ക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്ന പൈശാചിക കാലത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു സിസ്റ്റം മാറ്റും. അന്ന് ദൈവം പറഞ്ഞ നേരെ വിപരീതമായ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അപ്പം അതിൻ്റെയൊക്കെ തെളിവാണ് കാണുന്നത്. ആർക്കും വേർക്കുന്ന ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും വേണ്ട എന്നല്ല. പക്ഷേ ഒരു തലമുറ മുഴുവനും എ സിക്കുള്ളിലേക്ക് മാറി എല്ലാവരും
അതിലേക്ക് മാറിക്കഴിയുമ്പോൾ പിന്നെ ആരാണ് ഇവിടെ വേല ചെയ്യുന്നത്? അപ്പോൾ കൃഷിയിൽ നിന്ന് വിമുഖത കാണിക്കുന്ന ഒരു തലമുറ ഉടലെടുക്കാൻ പോകുന്നു. ഉടലെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് ആ രീതി വരുമ്പോൾ ചിന്തിച്ചുകൊള്ളുക, അതിവിദൂരമില്ലാത്ത ഭാവിയിൽ വലിയ ക്ഷാമത്തെയാണ് ലോകം നേരിടാൻ പോകുന്നുള്ളത്. അത് ആരംഭങ്ങളേക്കുള്ളൂ. അപ്പോൾ ആരംഭമാണ്. ഇപ്പം എല്ലാവർക്കും IT മേഖലയാണ്. പക്ഷേ കൃഷി മേഖലയുള്ള ബന്ധത്തിൽ നാം പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. കർഷകർക്ക് വേണ്ടി കൃഷിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചോറ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു നന്ദി പറയണം ദൈവത്തിന്. കാരണം ഇത് വെറുതെ ഉണ്ടായതല്ല. ദൈവം കരുണ കാണിച്ച് അനേകരുടെ വിയർപ്പൊഴുകി കഷ്ടം സഹിച്ചുണ്ടാക്കിയതാണ് നാം കഴിക്കുന്നത്. ശരിയാ, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ, പൈസ ചാക്കിൽ കെട്ടിവെച്ചാലും സാധനം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കണം. വെള്ളം കുടിക്കുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ നന്ദി ഉള്ളവരാകുവാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. നമ്മൾ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുക. സ്തോത്രം ചെയ്യുന്നതിന് വേണ്ടിയാണ്. സ്തോത്രം ചെയ്ത് ആഹാരം കഴിക്കാൻ പറഞ്ഞതിന് വേണ്ടിയാണ്. സ്തോത്രം ചെയ്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതിന് വേണ്ടിയാണ് ഇത് തന്ന ദൈവത്തിന് നന്ദി കരയറ്റാനായിട്ട്. കാരണം ദൈവമേ, ഇത് നിന്റെ കൃപ കൊണ്ടാ ഇത് ഉണ്ടായത്. ഇതിനെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഇതിനെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് കരങ്ങളുണ്ട്. പണ്ട് നമ്മളൊക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരാ ചെയ്തുകൊണ്ടിരുന്നത്. വിതച്ച് കൊയ്ത് വെളിയിൽ നിന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇന്ന് നാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന 1 കിലോ അരി വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ എത്ര പേരുടെ പ്രയത്നം ഉണ്ടെന്ന് അറിയാമോ? എത്ര പേരുടെ പ്രയത്നം. ഇത് എടുത്തു തരുന്ന, ബില്ലടിച്ച് തരുന്ന ആളുടെ വരെ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അതുണ്ടാക്കി അത് മാർക്കറ്റിംഗ് ചെയ്ത് നമ്മൾ കൈ കൊണ്ടുവന്ന് അത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരുപാട് കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ശൃംഖല പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം അവതാളത്തിലാകും. അതാണ് വരാൻ പോകുന്നത്. മൂന്നാമത്തെ വിഷയം, രാസവളങ്ങളുടെയും കീടനാശികളുടെയും അമിതപ്രയോഗം നിമിത്തം മണ്ണിൻ്റെ ഘടനയിൽ വരുന്ന മാറ്റം അധികം താമസിയാതെ ഭൂമിയെ കൃഷിയോഗ്യമല്ലാതാക്കി തീർക്കും. ഇന്ന് വളരെ വേഗത്തിൽ ഒരുപാട് നമ്മൾ വിളവ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഭൂമിയുടെ വിളവിനെ, അതിനെ കൃഷിയോഗ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വളരെ വേഗത്തിൽ നീങ്ങുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ആൾക്കാർ ജൈവ കൃഷി എന്നൊക്കെ പറഞ്ഞ് ദിവസങ്ങൾ എഴുന്നേൽക്കുന്നത്. കാരണം ഇതേക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകാനുണ്ട്. ഈ തേനീച്ചയെക്കുറിച്ച് ഒരു പഠനമുണ്ട്. തേനീച്ച, കർത്താവ് പറഞ്ഞു പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം എന്ന് പറഞ്ഞു. പാലും തേനും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? തേനീച്ച ഇല്ലാതെ അധികം നാൾ ജീവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെ തേനുണ്ടാകാൻ കാരണം ഈ കൃഷിയിൽ ആവശ്യമായിരിക്കുന്ന പരാഗണം നടത്താൻ വേണ്ടി തേനീച്ചകൾ ആവശ്യമായിരുന്നു. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം എന്ന് പറയുമ്പോൾ അത് സമ്പൽ സമൃദ്ധിയെ കാണിക്കുകയാണ്. അതെല്ലാം കൊണ്ടും തികഞ്ഞൊരു സ്ഥലത്തെ കാണിക്കുക. കനാൻ ദേശത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അതേക്കുറിച്ച് ഒരു കണക്കുണ്ട്. നമുക്ക് ഓക്സിജൻ ഇല്ലാതിരുന്നാൽ എത്ര മിനിറ്റ്, വെള്ളമില്ലാതിരുന്നാൽ എത്ര ദിവസം, ആഹാരമില്ലാതിരുന്നാൽ എത്ര ദിവസം, തേനീച്ച ഇല്ലാതിരുന്നാൽ 1 വർഷത്തിൽ കൂടുതലൊന്നും പോകത്തില്ല ലോകം. അപ്പോൾ അങ്ങനെ ദൈവം അന്ന് ഇതെല്ലാം പറഞ്ഞു, പാലും തേനും ഒഴുകുന്നത് പറഞ്ഞു, ദേശം എന്ന് പറഞ്ഞു. പറഞ്ഞതിൻ്റെ അർത്ഥം കൃഷി ചെയ്താൽ ഫലപുഷ്ടമായിട്ടുള്ള സമ്പത്ത് ലഭിക്കും, അതിനുള്ള വിളവ് ലഭിക്കും. എന്നാൽ ഇപ്പോഴത്തെ രാസവളങ്ങൾ അധികമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുഖാന്തരമായി തേനീച്ചകൾ ഉൾപ്പെടെയുള്ള പരാഗണം നടത്തുന്ന ജീവികൾ നഷ്ടപ്പെട്ടു പോകും. ശാസ്ത്രത്തിന് കാറ്റടിപ്പിച്ച് ഈ പരാഗണം നടത്തി വിളയുണ്ടാക്കാൻ കഴിയത്തില്ല. അത് ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റമാണ്. അത് നശിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈ വിളകളുണ്ടാകും? അതുകൊണ്ട് അതൊക്കെ സംഭവിക്കാൻ പോകുന്നത് ലോകത്തിൻ്റെ നാശത്തിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണ്. പിന്നീട് കാട്ടുമൃഗങ്ങൾ, തീ, കാർഷിക വിളകളെ ബാധിക്കുന്ന അനവധി രോഗങ്ങൾ എന്നിവ ഉണ്ടാകുന്ന കൃഷിനാശങ്ങൾ. ഞാൻ ഒരു ഭാഗമെടുത്ത് എന്തുകൊണ്ടാണ് കറുത്ത കുതിരയെ കാണിക്കുന്നത്
കയ്യിൽ കാണിക്കുന്ന തുലാശ് എന്താണെന്ന് പഠിക്കുമ്പോൾ അത് കാണിക്കുന്ന വലിയ വിപത്താകുന്ന ക്ഷാമം വരാൻ പോകുന്നു. ക്ഷാമത്തെക്കുറിച്ചൊക്കെ ഞാൻ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ദൈവം ഇത് ഇങ്ങനെ ചില സമയങ്ങൾ ക്ഷാമം വരുത്തിയിട്ടുമുണ്ട്. നമുക്കറിയാം, ഗോതമ്പിൻ്റെ ജവത്തിൻ്റെ വിലയെക്കുറിച്ച് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യ സാധനങ്ങളുടെ വില വർധനയെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തെ അനുസരിക്കാതെ അവനെ മറന്നു കളയുന്ന ജനത്തിന്മേൽ വരുന്ന ക്ഷാമത്തിൻ്റെ കഠിനതയെക്കുറിച്ച് ഇസ്രായേൽ മക്കളോട് മോശ പറഞ്ഞിരുന്നു. അന്ന് സ്വന്തം ജനമായ ഇസ്രായേൽ നിനക്ക് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശമാണ് തരുന്നത്. പക്ഷേ നിന്റെ ദൈവഭയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം പറഞ്ഞു, നിന്നെ ക്ഷാമം കൊണ്ട് ഞാൻ ഞെരുക്കുമെന്ന്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 53 മുതൽ 57 വാക്യങ്ങൾ പ്രകാരം ചെയ്യപ്പെടുന്ന ആ ശത്രു നിന്നെ ഞെരുക്കത്തിലും നിരോധത്തിലും ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ഗർഭഫലമായ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം നീ തിന്നും. ഇതോടെ പറയുകയാണ്, ശത്രു നിന്റെ പട്ടണങ്ങളിൽ നിന്നെ ഞെരുക്കത്തിൽ നിരോധത്തിലും സകല വസ്തുക്കളുടെ ദുർലഭത്വം നിമിത്തം അവരെ രഹസ്യമായി തിന്നും. സ്വന്തം മക്കളെ തിന്നുന്ന ഒരു കാലഘട്ടം വരുമെന്ന് യെശയ്യായോട് സ്വന്തം ജനത്തോട് പറഞ്ഞു. നിങ്ങൾ ദൈവത്തെ മറന്ന് ജീവിച്ചാൽ അങ്ങനെ സംഭവിക്കും എന്ന് കനാൻ ദേശം കൊടുക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞു തന്നു. അപ്പോൾ ഈ പ്രകാരമുള്ള സന്ദർഭങ്ങൾ അവർ എത്ര വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത്. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞപ്പം ഒരുപക്ഷെ ഇതൊന്നും നടക്കത്തില്ല എന്ന് കേൾക്കുന്നു വിചാരിക്കും അല്ലേ. ഇതൊക്കെ എന്ത് സംഭവിക്കാനാണ്? ശാസ്ത്രം എത്ര മുൻപോട്ട് പോയിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. ഇപ്പം എല്ലാവരും കൃഷിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ റോബോട്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ യന്ത്രമനുഷ്യരോ, അത് പണിതോളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അത് സംഭവിച്ചിരിക്കും. എതിർ ക്രിസ്തുവിൻ്റെ ഭരണ സമയത്ത് അതികഠിനമായിരിക്കുന്ന ഭക്ഷ്യക്ഷാമം ഉണ്ടായിരിക്കും. ആവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ യെശയ്യായോട് പറഞ്ഞപ്പോൾ അവരത് അത്ര മുഖവിലക്കെടുത്തില്ല. എന്നാൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 24-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ വഴിതെറ്റിപ്പോയ യിസ്രായേലിന്മേൽ അത് സംഭവിച്ചു. ദൈവം പറയുന്ന സംഭവിക്കും. നമ്മളൊരു പക്ഷേ വിചാരിക്കും അത് നടക്കത്തില്ല എന്ന് വിചാരിക്കും. ദൈവം പറഞ്ഞിരിക്കുന്ന ഗുണകരമായ കാര്യവും ദോഷകര കാര്യമായും അത് സംഭവിക്കും. ഗുണകരമായ കാര്യവും ദോഷകരമായ കാര്യവും സംഭവിക്കും. ദൈവം ഗുണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണം ചെയ്യും. നാം ദൈവത്തെ അനുസരിച്ചാൽ ഗുണം ചെയ്യും. ദൈവം നാം ഗുണകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ദോഷം വരുമെന്ന് ദോഷം വരും. ഞാൻ വേഗത്തിൽ വായിച്ച് നിർത്താം. 2 രാജാക്കന്മാരുടെ 6-ാം അധ്യായം 24-29 വാക്യങ്ങൾ. അതിനുശേഷം അരാം രാജാവായ ബെൻഹദദ് തൻ്റെ സൈന്യത്തെയൊക്കെയും കൂട്ടി പുറപ്പെട്ടെന്ന് ശമരിയെ വളഞ്ഞു. അവർ ശമരിയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമം ഉണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും 1/4 കപ്പ് പ്രാക്കാഷ്ടത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി. അപ്പോൾ അവൾ ഈ സ്ത്രീ എന്നോട്, നിന്റെ മകനെ കൊണ്ടുവാ, ഇന്ന് നമുക്കവനെ തിന്നാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ പുഴുങ്ങിത്തിന്നു. പിറ്റന്നാൾ ഞാൻ അവളോട്, നിന്റെ മകനെ കൊണ്ടുവാ, നമുക്ക് അവനെയും തിന്നാമെന്ന് പറഞ്ഞാറെ അവൾ തൻ്റെ മകനെ ഒളിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. എൻ്റെ യോരാം എന്ന രാജാവിനോട് ഇസ്രായേലിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഒരു സ്ത്രീ പരാതി പറഞ്ഞതാണ്. രാജാവ് പരക്കെ രട്ടുടുത്ത് ക്ഷാമത്തിൽ മതിൽമേൽ നടക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് പരാതി പറഞ്ഞു. രാജാവിൻ്റെ ഒരു സ്ത്രീ പറയുന്ന കഥയാണ് ഇവിടെ നമ്മൾ വായിച്ചത്. പറഞ്ഞ കാര്യമാണ്, നടന്ന സംഭവമാണ്. ദൈവത്തോട് മറുതിരിച്ചവർക്ക് അപ്രകാരം സംഭവിച്ചെങ്കിൽ സത്യദൈവത്തെ വിട്ടകന്ന് എതിർ ക്രിസ്തുവിനെ ആരാധിക്കുന്ന ലോക ജനതയുടെ മേൽ വരുന്ന ദൈവ കോപത്തിൻ്റെ കാഠിന്യം എത്രയെന്നുള്ളത് ചിന്തിക്കുന്നത് നമുക്ക് വേദനാജനകമാണ്. അതിൻ്റെ ആരംഭം വന്നുകൊണ്ടായിരിക്കും 3-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന കൊടിയ ക്ഷാമം. ഇവിടെ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് 4 ജീവൻ നടുവിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം കുഞ്ഞാടാൻ ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആ വരിക എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാട് 3-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് 4-ാം ജീവി പറയുമ്പോൾ 4 ജീവൻ നടുവിൽ നിന്ന് പറയുന്ന ശബ്ദം കുഞ്ഞാടിൻ്റെ ശബ്ദമാണ്. 4 ജീവൻ നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിലാണ് കുഞ്ഞാട് അറുക്കപ്പെട്ടു നിൽക്കുന്നത്. അവ രണ്ടിനും കേടുവരുത്തുന്ന കുഞ്ഞാടാൻ ദൈവം എന്തുകൊണ്ട് പറയുന്നു എന്നത് നമുക്ക് വ്യാഖ്യാനിക്കുന്ന പ്രയാസകരമാണ്. എന്താണ് കാരണം? എണ്ണയ്ക്കും ഇതിനും കേടുവരുത്തുന്ന പറയാൻ കാരണം എന്താണ്? ഇതിനോട് സമാനമായൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത്
നല്ല ശമരിയക്കാരനുള്ള ഉപമയിൽ കർത്താവ് പറഞ്ഞ കാര്യമാണ്. യെരൂശലേമിൽ യെരിഹോവിലേക്ക് പോയ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടതുപോലെ മാനവജാതി ദൈവത്തിൽ നിന്നകന്ന് സാത്താനിക വഞ്ചനയാൽ കള്ളന്മാരായ എതിർ ക്രിസ്തുവിൻ്റെയും കള്ളപ്രവാചകൻ്റെയും കയ്യിൽ അകപ്പെട്ട് അർത്ഥപ്രാണാവസ്ഥയിലാകുന്ന സമയത്ത് ദൈവത്തിൻ്റെ മനസ്സലിവ് മനുഷ്യനോട് ഉള്ളത് തീർന്നു പോകുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കപ്പെടുന്നത്. പൈശാചിക വഞ്ചന മുഖാന്തരമായി എതിർ ക്രിസ്തു കള്ളപ്രവാചകനും ഈ ലോകത്തിൽ സാത്താനിക സാമ്രാജ്യത്തിൻ്റെ ആ ശക്തി ഉപയോഗിച്ച് മനുഷ്യനെ കീഴ്പ്പെടുത്തി വഞ്ചിച്ചു കളയുമ്പോൾ ദൈവം ഇവിടെ കാണുകയാണ്. അവൻ അവിടെ കയ്യിൽ അകപ്പെട്ടുപോയി, മനുഷ്യ അകപ്പെട്ടുപോയി. അപ്പോൾ നല്ല ശമരിയക്കാരൻ എണ്ണയും വീഞ്ഞും പകർന്നത് അവൻ്റെ മനസ്സിലിവനെയാണ് കാണിക്കുന്നത്. സ്നേഹസ്വരൂപനായ യേശുവിനെ വിട്ട് വഞ്ചനയുടെ ശക്തിക്ക് മനുഷ്യൻ പിന്നാലെ പായുമ്പോഴും അവരോടുള്ള ദൈവത്തിൻ്റെ മനസ്സിലിവനെയാണ് എണ്ണയും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് കുഞ്ഞാടാൻ ദൈവം പറയുന്നതെന്ന് ഗ്രഹിച്ചെടുക്കുവാൻ കഴിയുന്നത്. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, എത്ര കഠിനമേറി പാപം ചെയ്തു പോകുമ്പോഴും നമ്മുടെ ദൈവം കരുണ കാണിക്കുന്നവനാണ്. അവരെ ശിക്ഷിക്കാൻ വേണ്ടി അവരെ വിട്ടുകളയുമ്പോഴും ആ നല്ല ശമരിയക്കാരൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് വേണ്ടി എണ്ണയും വീഞ്ഞും പകർന്നതുപോലെ അന്നും ദൈവത്തിൻ്റെ കരുണ ലോകത്തിലുണ്ടായിരിക്കും. ദൈവം കരുണ കാണിക്കും, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്താതെ ദൈവം ആ കാലഘട്ടത്തെ സൂക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ, അത് നിലനിൽക്കാനുള്ള കരുണ ദൈവം മനുഷ്യനോട് കാണിക്കും. നമ്മുടെ കർത്താവ് എത്ര മഹാകരുണയുള്ള ദൈവമാണ്. അതേ ക്രൂരതയോടുകൂടി സാത്താൻ ദൈവനിഷേധികളായി ലോകജനതയെ അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിച്ച് അവരെ അടിമകളാക്കി കൊണ്ടുപോകുമ്പോഴും ദൈവം അവരോട് കരുണ കാണിക്കുന്നല്ലോ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത്, നാം പാപികളായിരുന്നപ്പോൾ, ദോഷികളായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് ക്രൂശിൽ മരിച്ചത് നമ്മെ വിടുവിക്കാൻ വേണ്ടി. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്ക് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു. അതേ കർത്താവിനോട് പറഞ്ഞാൽ, അവനോട് നാം നിലവിളിച്ചാൽ, കർത്താവെ മനസ്സിലാണമേ എന്ന് നിലവിളിക്കുമ്പോൾ, അതേ കുഞ്ഞുങ്ങളും മൃഗങ്ങളും ഒക്കെ നിലവിളിക്കുമ്പോൾ, അന്ന് ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത കുഞ്ഞുങ്ങൾ മറ്റുള്ളവർ നിലവിളിക്കുമ്പോൾ മനസ്സിലുള്ള ദൈവം അന്ന് എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്താതെ അവരുടെ ആവശ്യങ്ങളിന്മേൽ കരുണ കാണിക്കുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആര് ഭരിച്ചാലും, ഏത് പാർട്ടിക്കാർ ഭരിച്ചാലും, ആര് ഭരിച്ചാലും പ്രിയപ്പെട്ടവരെ, അവരുടെ ഭരണ സംവിധാനത്തിന് മികവ് കൊണ്ടല്ല കാര്യങ്ങൾ നടക്കുന്നത്. കരമുയർത്തി പറഞ്ഞാട്ട് നമ്മുടെ വീട്ടിൽ ആഹാരം മേശമേൽ വരുന്നതിൻ്റെ കാരണം അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ കഴിവ് കൊണ്ടല്ല, ആരുടെയും കഴിവ് കൊണ്ടല്ല, സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. രാത്രി സന്ദേശം മനസ്സിലാകും. അതുകൊണ്ട് നാം ഭക്ഷണം കാണുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, നാം ദിവസങ്ങളിൽ സകലതും അനുഭവിക്കുമ്പോൾ, ഇത് മുഴുവൻ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ സൃഷ്ടിതാവാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം പറയാം. അതേ ലോകം വരാൻ പോകുന്നത് ദൈവനിഷേധികളായ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ദൈവത്തിന് നന്ദി കരറ്റുന്ന ഒരു വർക്കം ഈ ലോകത്തിലുണ്ടല്ലോ. അതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ നമ്മുടെ മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ ശാസ്ത്രത്തിൻ്റെ കഴിവുകൊണ്ടോ അല്ല നമ്മുടെ ഭക്ഷണ മേശകളിൽ ആഹാരം വരുന്നത്. ഒറ്റ കാര്യം കൊണ്ടാ കുഞ്ഞാടെ, നിന്റെ കരുണ കൊണ്ടാണ്, നിന്റെ മനസ്സലിവ് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. അവൻ്റെ മുമ്പാകെ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, അവനെ ആരാധിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.